എബ്രായ ലേഖനത്തിൻ്റെ ഇതിവൃത്തവും കഥയും ഒന്നും ഞാൻ തൽക്കാലം പറഞ്ഞു പോകാൻ താല്പര്യപ്പെടുന്നില്ല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ എബ്രായ ലേഖനം യഹൂദന്മാർക്ക് വേണ്ടിയാണ് എഴുതുന്നത് എന്ന് സ്പഷ്ടമാണ്. കാരണം അതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പഴയ നിയമത്തിൽ അവർ അനുവർത്തിച്ചു വന്നിരുന്ന വിഷയങ്ങളാണ്. യാഗങ്ങളായാലും പൗരോഹിത്യമായാലും ദൈവാലയമായാലും നിയമങ്ങളായാലും ഇതെല്ലാം പഴയ നിയമത്തിൽ അവർ അനുവർത്തിച്ചു വന്നിരുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ നടത്തി വന്നിരുന്ന എല്ലാ കർമ്മങ്ങളെക്കുറിച്ചും കൃത്യമായ വിശദീകരണവും ആ കർമ്മങ്ങൾക്ക് എന്തുകൊണ്ട് മാറ്റം വന്നു എന്നും എങ്ങനെ ക്രിസ്തുവേശുവിൽ ഇതിനെല്ലാം നിവർത്തീകരണം വന്നു എന്നും പുതിയ നിയമവിശ്വാസി എന്താണ് ചെയ്യേണ്ടത് എന്നുമുള്ളതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായ പഠനമാണ് നമുക്ക് എബ്രായ ലേഖനത്തിൽ ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ എബ്രായ ലേഖനം നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല. പഴയ നിയമം കൃത്യമായിട്ട് അറിയാമെങ്കിൽ എബ്രായ ലേഖനം വായിച്ചാൽ മനസ്സിലാകത്തുള്ളൂ. എനിക്ക് ഇത് മൊത്തത്തിൽ മനസ്സിലാകുന്നില്ല. ഞാൻ കുറേയൊക്കെ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷേ പഴയ നിയമം അത്ര തറവാണെങ്കിൽ, എസ്പെഷ്യലി ലേവിയ പുസ്തകമൊക്കെ അത്ര തറവാണെങ്കിൽ നമുക്കിത് അങ്ങോട്ട് പഠിച്ചാൽ മനസ്സിലാകത്തുള്ളൂ. എനിക്ക് ലേവിയ പുസ്തകമൊന്നും അത്ര തറവല്ല, അത്യാവശ്യം അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിലേക്കല്ല നിങ്ങളെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത്. എന്നാൽ നമ്മൾ അത്യാവശ്യം നിർബന്ധമായും അറിയേണ്ടുന്നൊരു വിഷയവുമാണ്. ഇവിടെ യേശുക്രിസ്തുവിനെ ഏക മധ്യസ്ഥനായി പൗലോസ് വെളിപ്പെടുത്തി സംസാരിക്കുകയാണ്. ഏക മധ്യസ്ഥനായി. ആ വാക്യത്തിനകത്ത് കുറെ അധികം കാര്യങ്ങൾ പൗലോസ് ഉൾപ്പെടുത്തി സംസാരിക്കുകയാണ്. 9-ാം അധ്യായം സ്റ്റാർട്ടിങ് മുതൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് വായിക്കാമോ? 9-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ വായിച്ചോളൂ. ഗ്രൗണ്ടിൽ വായിച്ചു, സിസ്റ്റർ വായിച്ചു. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. കണ്ടോ, ഇതെല്ലാം ഭൗമികമായ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ഭൂമിയിൽ ഇസ്രായേലിന് തൽക്കാല പ്രശ്നപരിഹാരത്തിനായി ക്രമീകരിക്കപ്പെട്ടിരുന്ന വിഷയങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇസ്രായേലിനൊരു എന്താ പറയാ, ഒരു കൂടാരം കർത്താവ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. അവർക്ക് എവിടെല്ലാം അവർ ചെല്ലുന്നു അവിടെല്ലാം ഈ സമാഗമന കൂടാരം നിവർത്തി വെക്കണം. അവിടെ അതിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, പുറത്തുള്ള ആൾക്കാർക്കൊക്കെ നിൽക്കാൻ പറ്റിയ ചുറ്റുമുള്ള ഒരു മുറ്റം. അതിന്റെ അടുത്ത ഭാഗം പുരോഹിതന്മാർക്ക് മാത്രം പോകാൻ പറ്റുമെന്നുള്ള ഒരു വിശുദ്ധ സ്ഥലം. അതവർ ഡെയിലി അവിടെ പോകണം. അതിനുശേഷം അതിപരിശുദ്ധ സ്ഥലം, അവിടെ മഹാപുരോഹിതന് വർഷത്തിലൊരിക്കലേ കയറാൻ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇസ്രായേൽ മക്കൾ അവരുടെ കൂടാരം കൊണ്ടുവന്ന്, അവരിങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന പോക്കിന് അവരുടെ കൂടാരം കൊണ്ടുവന്ന് അടിക്കുന്നതിന് അവർക്കൊരു രീതിയുണ്ട്. ആദ്യം ഒരു വലിയ ഫെൻസ്, ഒരു വേലി കെട്ടണം. അതിന്റെ അകത്താണ് ഇവർ കൂടാരം അടിക്കാൻ. ആ കൂടാരം അടിക്കാൻ എടുക്കുന്ന സ്ഥലത്തിന്റെ പുറത്താണ് അവര് മൃഗങ്ങളെ കെട്ടാൻ, അതിന്റെ പുറത്താണ് ചാണകമിടാൻ, അതിന്റെ പുറത്താണ് ഈ പറഞ്ഞ വേലി കെട്ടുന്നത്. അപ്പോൾ വേലി തൊട്ട് നമ്മൾ അകത്തോട്ട് എണ്ണിയാൽ, വേലിയിൽ നിന്ന് അകത്തേക്ക് വരുമ്പോൾ കന്നുകാലികളെ കെട്ടുന്ന സ്ഥലം, അതിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അവരുടെ കൂടാരം അടിക്കുന്ന സ്ഥലം, അതിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ നിൽക്കുന്ന മുറ്റം, അതിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് നിൽക്കാനുള്ള മുറ്റം, അതിന്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പുരോഹിതന്മാർക്ക് നിൽക്കേണ്ടുന്ന മുറ്റം, അതിന്റെ അകത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവരുടെ യാഗങ്ങളും പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലം. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോ ഈ വേലി കെട്ടിയിരിക്കുന്നതിന്റെ പുറത്തെ പുറജാതിക്കാരായ എനിക്കും നിങ്ങൾക്കും നിൽക്കാൻ പെർമിഷൻ ഉള്ളൂ. നമ്മൾ ആരെങ്കിലും വേലിയിൽ തൊട്ടാൽ മരണശിക്ഷ അനുഭവിക്കണം. അത്ര സീരിയസ് ആണ് പഴയ നിയമത്തിൽ ദൈവം, ഇസ്രായേലിന്റെ ദൈവം വെളിപ്പെടുന്നതിന്റെ പ്രത്യേകത. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പുറജാതികളായതുകൊണ്ടും മാത്രമല്ല, പുറജാതി എന്ന് പറയുമ്പോൾ ഇപ്പൊ സത്യഭാമ പറഞ്ഞതുപോലത്തെ പുറജാതി അല്ല ഞാൻ ഈ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കറുപ്പന്മാരെന്നുള്ള രീതിയിലല്ല. അങ്ങനെയൊന്നും ആൾക്കാർ ചിന്തിച്ചു കളയരുത്. എനിക്കെതിരെ കേസും കൊടുക്കരുത്. ആൾക്കാർ ഇങ്ങനെ ഓടി നടക്കുകയാണ്, എന്തിനു വേണ്ടി കേസ് കൊടുക്കാമെന്ന് പറ്റിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. സത്യഭാമ പറഞ്ഞത് കൃത്യമായിട്ട് കാര്യമാണ്. അതിനകത്ത് മോശമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം സത്യഭാമ പറഞ്ഞത് കറുത്ത ആൾക്കാർക്ക് കളിക്കാൻ പറ്റിയ സാധനമല്ല മോഹിനിയാട്ടം. വളരെ കറക്റ്റാണ്, അവർ പറഞ്ഞ കാര്യം ശരിയാണ്. കറുത്ത ആൾക്കാർ മോഹിനി എന്ന് പറഞ്ഞാൽ കണ്ടാൽ മോഹം തോന്നണ്ടേ? എന്നെ പോലെ ഒരുത്തൻ കയറി കാണിച്ച വല്ലതും കാണാൻ കൊള്ളാവോ? ഞാൻ പറഞ്ഞത് മനസ്സിലുണ്ടോ? കണ്ടാൽ ഇച്ചിരി വൃത്തി വേണം, നമ്പർ 1. നമ്പർ 2, വെളുപ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അതിന് ഇത്തിരി ഐശ്വര്യവും വേണം. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ SFI-ക്കാര് ചേർന്നിട്ട് ഒരു പയ്യനെ കൊണ്ടിട്ട് ഡാൻസ് കളിപ്പിക്കുന്നുണ്ട്. മോഹിനിയാട്ടം കറുത്തവർ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പയ്യനെ കൊണ്ടിട്ട് ചാടിക്കുന്നുണ്ട്. ഞാനത് കണ്ടു. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാർത്താ ശകലം വന്നപ്പോൾ ഞാനത് കണ്ടു. എനിക്ക് ചിരി തോന്നി. അയാളുടെ വയറും ശരീരവും ഒക്കെ കണ്ടാലേ ആർക്കും മോഹം തോന്നുകയില്ല.
ഇവരത് മനസ്സിലാത്തിട്ട് നിൽക്കുക. അയാളുടെ തുള്ളലി ചാട്ടം കേട്ട് എനിക്ക് തന്നെ സഹതാപം തോന്നി. അങ്ങനെ അത് മോഹിനി ആട്ടം എന്ന് പറഞ്ഞാൽ അത് മോഹൻ ജനിപ്പിക്കാനുള്ള ആട്ടമാണ്. ആ ആട്ടത്തിനൊത്ത ശരീരം ആടുന്ന ആൾക്കും വേണം. അതിലെനിക്ക് തോന്നിയൊരു ചിരി എന്താണെന്ന് ചോദിച്ചാൽ, സത്യഭാമ പറഞ്ഞു വെളുപ്പില്ലാത്തവൻ ഇതിനിറങ്ങരുത്, ഇത് അത് അവനെ കൊണ്ട് ഒപ്പിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് സത്യഭാമ പറഞ്ഞ വേറൊരു തമാശ അതിനകത്തുള്ളത്, അവര് പറഞ്ഞത് അവരെ എന്താ പറയാ ഒരുപാട് കൊല്ലങ്ങളായിട്ട് മോഹിനിയാട്ടം പഠിപ്പിക്കുന്ന ആളാണ്, പക്ഷേ ഇന്ന് വരെ അവർക്ക് സ്റ്റേജുകൾ കിട്ടിയിട്ടില്ല. അതിന് മുഖത്ത് ഇച്ചിരി വൃത്തിയും കൂടെ വേണം. ഞാൻ പറഞ്ഞ മനസ്സിലായി, ഇത് രണ്ടും കൂടെ ചേർന്നാലേ മോഹിനിക്ക് ആടാൻ പറ്റത്തുള്ളൂ, അല്ലാതെ വെളുപ്പ് മാത്രമേ ചാടിയാൻ പറ്റത്തില്ല. അപ്പൊ അവര് തന്നെ അവർ സമ്മതിക്കുകയാണ്, എന്നെ വലുതായിട്ട് ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ല, അതാണ് ഒരു സംഭവം. നല്ലതായിട്ട് ആടുമെങ്കിലും അവരുടെ ആ ശരീരവാക്കും ആ മുഖസൗന്ദര്യം വെച്ച് ആടാൻ പറ്റത്തില്ല. കളറ് ഓക്കെ, പുട്ടി കുറച്ചിട്ടാ മതി, കളർ ഓക്കെ, പക്ഷെ ശരീരത്തിന് മോഹിനിക്ക് വേണ്ടിയ വടിവ് വേണം, പിന്നെ മുഖത്തിനും തരക്കേടില്ലാത്ത വൃത്തി വേണം. ഇത്രയും കൂടെ ഉണ്ടായാലേ പരിപാടി നടക്കുള്ളൂ. അപ്പൊ നിങ്ങൾ പറയും, ഇടാ ഇതെന്താണ് ഈ പറയുന്നത്? ഓരോന്നിനും ഓരോ വകുപ്പുണ്ടെന്ന്, ഓരോ ഒഴുങ്കുണ്ട്. നിങ്ങളെല്ലാം വളരെ പ്രയാസപ്പെട്ടിരിക്കുകയാണ് സഹോദരൻ. അപ്പൊ അതുപോലെ പഴയ നിയമത്തിൽ വളരെ കൃത്യമായി ജാതി സമ്പ്രദായം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ വേറെ വ്യത്യാസമൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അവനവൻ ചെയ്ത പാപമനുസരിച്ചും കുലങ്ങൾ ചെയ്ത പാപമനുസരിച്ചും ഒക്കെ ഗ്രൂപ്പായി തിരിഞ്ഞു പോയത് ബൈബിളിന്റെ തുടക്കം തൊട്ട് നമുക്ക് കാണാം. ഈ റോമാലേഖനത്തിലേക്ക് എത്തുമ്പോൾ പൗലോസ് ഒരു കൈയിൽ ജാതിയെയും ഒരു കൈയിൽ ഇസ്രായേലിനെയും പിടിച്ചുകൊണ്ട് രണ്ടുപേരെയും ഇനപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ തിരുവെഴുത്ത് പഠിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ കറുപ്പന്മാരാണെന്ന് പറഞ്ഞാൽ കർത്താവ് മാറ്റി നിർത്തിയിട്ടില്ല. കർത്താവ് ഒരു ഗ്രൂപ്പിനെ മാറ്റി നിർത്തുന്നുള്ളൂ, വിശ്വസിക്കാത്തവരെ മാത്രം. മനപ്രയാസം ഉണ്ടെന്ന് എനിക്ക് അറിയാം. ഞാൻ സുനിൽ പാസ്റ്ററൊക്കെയാണ് ഒരുവിധം കറുപ്പെന്ന് തോന്നല്ലേ പാസ്റ്റർ? ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? നമ്മുടെ കറുപ്പ് നോക്കിയിട്ട് കർത്താവ് ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ, വിശ്വസിക്കാത്തവരാരായാലും നരകത്തിലേക്ക് വിടും. ഇതാണ് പുത്തൻ നിയമത്തിൽ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന ക്രമീകരണം. പഴയ നിയമത്തിൽ കളർ പ്രത്യേകതയുള്ളത് തന്നെയാണ്. പുരോഹിതനായിട്ട് എടുക്കണമെങ്കിൽ ഒരുപാട് കാര്യമുണ്ട്. ശരീരത്തിൽ ഒരു ചുണങ്ങുണ്ടെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല, എല്ല് പൊട്ടിയാൽ എടുക്കാൻ പറ്റത്തില്ല, വിക്കലുണ്ടെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പുരോഹിതനായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് നമുക്ക് പോയി കൊടി പിടിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, ജാതികളായ നമുക്കിതിന്റെ വേർപാടിന്റെ ചുമരിന്റെ പുറത്ത് നിൽക്കാനുള്ള പെർമിഷനേ ഉണ്ടായിരുന്നുള്ളൂ, അകത്ത് കടക്കാനുള്ള പെർമിഷൻ പോലും ഉണ്ടായിരുന്നില്ല. സ്വതന്ത്രം. അത് കഴിഞ്ഞ് കന്നുകാലികളുടെ മുറ്റം, ഇവരുടെ കൂടാരമടിക്കുന്ന മുറ്റം, സ്ത്രീകളുടെ മുറ്റം, പുരുഷന്മാരുടെ മുറ്റം, ദെൻ പുരോഹിതന്മാരുടെ മുറ്റം. അത് കഴിഞ്ഞ് അകത്ത് വിശുദ്ധ സ്ഥലത്തിൽ പുരോഹിതൻ ഡെയിലി കയറണം. അയാളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ആലയത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ഡെയിലി അയാൾക്ക് എന്താ പറയാ വിശുദ്ധ സ്ഥലത്ത് കയറാം. അതിപരിശുദ്ധ സ്ഥലത്ത് വർഷത്തിലൊരിക്കൽ മാത്രം അയാൾക്ക് ആടിന്റെ രക്തം കയ്യിൽ കൊണ്ട് അകത്തേക്ക് കടക്കാം. വർഷത്തിലൊരിക്കൽ. നിങ്ങൾ ഓർത്തു നോക്കിയേ, വർഷത്തിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്ത് കയറാൻ പെർമിഷൻ ഉള്ളയാള് ഡെയിലി അയാള് പരിശുദ്ധ സ്ഥലം വരെ കയറി ഈ യാഗം നടത്തിക്കൊണ്ടേയിരിക്കണം, ഡെയിലി നടത്തിക്കൊണ്ടേയിരിക്കണം. മനസ്സിലുണ്ടോ? അതിന്റെ ഉള്ളിൽ ചെല്ലാൻ മഹാപുരോഹിതന് പോലും വർഷത്തിലൊരിക്കൽ അവസരം ഉണ്ടായിരുന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ ലഭ്യമായത് പുറംപറമ്പിൽ കിടന്ന എനിക്കും നിങ്ങൾക്കും ഏതും നേരത്തും അതിനകത്തേക്ക് ചെല്ലാം. ഇത് കുഞ്ഞുകളിയല്ല, ഇത് ഗൗരവമുള്ള കാര്യമാണ്. ലോകത്തിൽ ദൈവത്തിന്റെ അടുക്കൽ വരാൻ പാപം ചെയ്ത ജനതയ്ക്ക് നേരിട്ട് അവസരം അനുവദിച്ചില്ല. അനുവദിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ദൈവം നീതിമാനായതുകൊണ്ടും ദൈവം വെളിച്ചമായതുകൊണ്ടും ആ ദൈവത്തിന്റെ അടുക്കലേക്ക് ഒരു പാപിക്ക് വന്ന് രക്ഷപ്പെട്ട് തിരിച്ചു പോകാനൊക്കില്ല. ഈ സാധാരണക്കാരനായ നമുക്ക് സൂര്യന്റെ അടുക്കൽ പോലും പോകാൻ പറ്റില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? അല്ലേ? ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞോ, പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞോ സൂര്യന്റെ അടുക്കലേക്ക് പോകാനൊക്കോ? കഴിയില്ലല്ലോ. എന്താ കാര്യം? ഇത്രയും വെളിച്ചവും ഇത്രയും ചൂടുമുള്ള സൂര്യന്റെ അടുക്കൽ പോലും ചെല്ലാൻ സാധാരണ മനുഷ്യന് കഴിയുന്നില്ലെങ്കിൽ ഈ വെളിച്ചത്തിന്റെയൊക്കെ സോഴ്സായ, ഈ വെളിച്ചത്തിന്റെയൊക്കെ സൃഷ്ടാവായ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് കഴിയുക? സ്തോത്രം. അപ്പോൾ ദൈവം മനുഷ്യനെ ആ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ ആ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട മനുഷ്യന് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ ഏത് സമയത്തും പെർമിഷൻ തന്നു. ഇത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിന്റെ മധ്യസ്ഥതയെ കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കാൻ പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് ചെല്ലാൻ കഴിയുമായിരുന്ന സ്ഥലം, അതാണ് നമ്മളിപ്പോ അവിടെ പറഞ്ഞത്. ആദ്യ നിയമത്തിനും അടുത്ത വായിക്കേ, ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. അത് ലൗകികമായ വിശുദ്ധ മന്ദിരം. അവിടെയാണ് വേലിക്ക് പുറത്തെ നമുക്ക് നിൽക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ.
സ്തോത്രം. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് അകത്ത് കയറാനൊക്കില്ല. ലേവ്യനാണെന്ന് പറഞ്ഞാൽ പോലും അകത്ത് കടക്കാൻ പറ്റില്ല. അതിൽ പോലും തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന് യാതൊരു ഊനവും തെറ്റും പാപവും ഇല്ലെന്ന് ശരിക്കും ശുദ്ധീകരണം വരുത്തിയതിന് ശേഷം മാത്രം ആണ്ടിലൊരിക്കൽ ഏറ്റവും അതിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് കല്ലാൻ പെർമിഷൻ ദൈവം കൊടുത്തിരുന്നു പഴയ കാലത്ത്. മനസ്സിലാകുന്നുണ്ടോ? ഇനി താഴ്ത്ത് വായിക്കേ. ഒരു കൂടാരം ചമച്ചു, അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അത് പരിശുദ്ധ സ്ഥലത്തെ കുറിച്ച് പറയാണ്. വായിച്ചോളൂ. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. രണ്ടാം തിരശ്ശീല, ആദ്യത്തെ തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുമ്പോഴാണ് വിശുദ്ധ സ്ഥലം. അതിനുശേഷം രണ്ടാം തിരശ്ശീല, ആ തിരശ്ശീല കൂടി കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോഴാണ് അതിപരിശുദ്ധ സ്ഥലം. അവിടെയാണ് ദൈവം വസിക്കുന്ന സ്ഥലം. അവിടെയാണ് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ചെല്ലാൻ കഴിയുമെന്നുള്ള സ്ഥലം. വായിക്കേ. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നുപൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മഞ്ഞ ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്തുവടിയും നിയമത്തിന്റെ കൽപ്പലകകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കരൂപുകളും ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഓരോന്നായി വിവരിക്കുവാൻ കഴിവില്ല. ഇവ ഇങ്ങനെ തീർന്ന ശേഷം അതിന്റെ അത്യാവശ്യം ഒരു സ്ട്രക്ചർ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് ഓരോന്നായിട്ട് വിവരിക്കാൻ കഴിയില്ല, കാരണം അത് ഒരുപാട് സമയം പോകുന്ന കാര്യമാണ്. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ ചെയ്യും. കണ്ടോ? നിത്യം മുൻകൂടാരത്തിൽ, ആദ്യ കൂടാരത്തിൽ, പരിശുദ്ധ സ്ഥലത്തിൽ നിത്യം പുരോഹിതന്മാർ വന്ന് ശുശ്രൂഷ ചെയ്യും. രണ്ടാമത്തേതിലോ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം. രണ്ടാമത്തേതിൽ ഇന്നർ മോസ്റ്റ് പ്ലേസിൽ, ഏറ്റവും ഉള്ളിലുള്ള ഏറ്റവും പരിശുദ്ധ സ്ഥലത്തിൽ മഹാപുരോഹിതൻ മാത്രം ആണ്ടിലൊരിക്കൽ പ്രവേശിക്കും. രക്തം കൂടാതെ അല്ല. കണ്ടോ? അവ എപ്പോഴെല്ലാം പുരോഹിതനകത്ത് കിടക്കുന്നോ അപ്പോഴെല്ലാം രക്തത്തോടു കൂടിയാണ് ചെല്ലുന്നത്, അല്ലേ? ഒരു ദിവസം ഒരാട് വെച്ച് നിങ്ങൾ കൂട്ടി നോക്കിയേ, 365 ആടിനെ അറുക്കണം. ദെൻ അകത്ത് കയറുന്ന ദിവസം എക്സ്ട്രാ അറുക്കണം. നമുക്ക് എത്ര ആടാണ് ചെലവ് വരുന്നത്? ഒരാടിന്റെ ചെലവ് പോലും നമുക്കില്ല. ഒരാടിന്റെ ചെലവ് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളിൽ പലർക്കും ദൈവത്തിന്റെ അടുക്കൽ വരാൻ പറ്റുമായിരുന്നില്ല, അല്ലേ? 5000 രൂപ ചെലവഴിക്കാൻ കഴിയവില്ലാത്ത ആൾക്കാർ ഇതിനകത്ത് വന്നിട്ടുണ്ടാവും. 5000 രൂപയ്ക്ക് കാർഡ് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല, അല്ലേ? നോർമലി ഞാൻ പറയാണ്, എനിക്കറിയില്ല 5000 രൂപ കാർഡ് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. അല്ലെങ്കിൽ ഒരു 10000 രൂപ വെച്ചോളൂ. 10000 രൂപയൊക്കെ ഒറ്റ അടിക്കെടുത്ത് ചെലവാക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ ഇതിനകത്ത് ഉണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞു മനസ്സിലാണ്ടോ? ഇവിടെ ഡെയിലി ഓരോ ആടിനെ യാഗം കഴിച്ചിട്ട് ഏറ്റവും ഒടുവിൽ സ്പെഷ്യൽ ആടിനെ യാഗം കഴിച്ചാണ് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് കടന്നുകൊണ്ടിരുന്നത്. ഒരാടിനെയും ആവശ്യമില്ലാതെ വിശ്വാസത്താൽ മാത്രം ഏതു മനുഷ്യനും സ്തോത്രം അവന്റെ ഏതു പാപവും കഴുകി മാറ്റി അവനെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി, അല്ലേ? ഇതാണ് ഞങ്ങൾ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത്. സാക്ഷാൽ ദൈവത്തിന്റെ അടുത്ത് ചെല്ലാൻ ആർക്കും കഴിയും. എന്താ ചെയ്യേണ്ടത്? വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. എന്താ വിശ്വസിക്കേണ്ടതെന്ന ട്രാക്കിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത്. വായിക്കിനി താഴോട്ട്. അത് അവൻ തന്റെയും ജനത്തിന്റെയും പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിക്കപ്പെടുന്നു. മുൻകൂടാരത്തിൽ യാഗവും യാഗാദി കർമ്മങ്ങളും നടക്കുകയാണ്. അത് നിലനിൽക്കുന്നിടത്തോളം അതിപരിശുദ്ധ സ്ഥലത്തിനകത്തേക്കുള്ള പ്രവേശനം നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ അവിടെ നടന്നിരുന്ന യാഗങ്ങളെല്ലാം ഭാവിയിൽ നടക്കാനിരുന്ന യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിന് നിഴലായി നിൽക്കുകയായിരുന്നു. സ്തോത്രം. നമുക്ക് ഭാഗ്യവശാൽ യേശുക്രിസ്തുവിന്റെ യാഗത്തിന് ശേഷം ജനിക്കാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. ഇതിന്റെ ഇടയ്ക്ക് വേറെ മധ്യസ്ഥന്റെ ആവശ്യമില്ല. ആരടുത്തും പറയണ്ട. ഉപദേശിയെ പോലും ആരും കെയർ ഓഫ് പിടിക്കണ്ട, അല്ലെ? ചില ഉപദേശിമാരത്തൊന്നും പറയണ്ട ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥിക്കാം. അപ്പൊ നിങ്ങൾ ഒരിക്കലും നമുക്ക് എന്താണ് പണി? നമുക്ക് ഈ ആടിനെല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് തട്ടിക്കൂട്ടി കൊണ്ടുപോലെ പണിയുള്ളൂ. ഈ ആടിന് വേണ്ടി എല്ലാം ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കൽ പണി ഞങ്ങൾക്കില്ല. അത് ഞങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടുമില്ല. അവന് പ്രാർത്ഥിക്കാൻ നമ്മുടെ എല്ലാവരുടെയും അപ്പൻ തന്നെയാണ് കർത്താവ്. രക്ഷിക്കപ്പെടുന്ന എല്ലാവരുടെയും അപ്പൻ തന്നെയാണ് കർത്താവ്. എല്ലാവർക്കും ഉള്ള ബന്ധം തന്നെയാണ് പുരോഹിതൻ, ഉപദേശിമാരായ ഞങ്ങൾക്കുമുള്ള ബന്ധം. ഞങ്ങൾ പിന്നെ ഫുൾ ടൈം ശുശ്രൂഷയ്ക്കായി മാറി നിൽക്കുന്നു എന്ന് മാത്രമേ അതിന് വ്യത്യാസമുള്ളൂ. അല്ലാതെ ഞങ്ങൾ പറഞ്ഞാൽ കർത്താവ് കേട്ടോളും എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഇടപാടൊന്നും ഇവിടെ ഇല്ല. രക്ഷിക്കപ്പെട്ട ആർക്കും ദൈവത്തിന്റെ മക്കളായ ആർക്കും അപ്പനോട് നേരിട്ട് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം നമ്മൾ ഇല്ലാതാക്കാതെ സൂക്ഷിച്ചാൽ മാത്രം മതി, അല്ലേ? അല്ല നമ്മളിങ്ങനെ ഉപദേശിമാരെ പുറകെ നടക്കൊന്നും വേണ്ട. നാട്ടിലെ ആൾക്കാര് പിന്നെ വേറെ ആൾക്കാരുടെ പുറകെ നടക്കുന്ന പോലെ പാപം ചെന്ന് അയാളുടെ ചെവി പറയണം, ഇതിട്ടൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ പാപം നിങ്ങളുടെ കർത്താവിനറിയാം. നിങ്ങളെ നേരിട്ട് നിങ്ങൾ കർത്താവിനോട് സംസാരിച്ചാൽ മതി.
സ്വത്രം കർത്താവിന് നിങ്ങളോട് സംസാരിക്കാൻ ഒക്കും. മറ്റൊരാളിന്റെ കെയർ ഓഫിൽ ഒരു സോപ്പിംഗ് കിട്ടുമെന്ന് വിചാരിക്കുകയും വേണ്ട, അല്ലേ? നിങ്ങൾ ഉപദേശിയുടെ കെയർ ഓഫ് ഉപദേശി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്, അതൊന്നും പ്രതീക്ഷിക്കുക വേണ്ട. അങ്ങനെ ഒന്നും നീതിയില്ലാത്തൊരു ദൈവത്തിന്റെ അടുക്കലല്ല നമ്മൾ പോകുന്നത്. ഒരു എന്താ പറയാ, ഒരാളിനെ വെച്ച് നമ്മൾ പോയി സംസാരിച്ച കാര്യം നടക്കത്തക്ക നിലയിലുള്ള സംവിധാനമൊന്നും അവിടെ ഇല്ല. ആ കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അപ്പാ പിതാവ് എന്ന് ദൈവത്തെ നേരിട്ട് വിളിക്കാനുള്ള അവകാശം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ സ്ത്രീ എന്നില്ല, പുരുഷനെന്നില്ല, കൂടിയ ആളെന്നില്ല, കുറഞ്ഞ ആളെന്നില്ല, കറുത്തവനെന്നില്ല, വെളുത്തവനെന്നില്ല, എല്ലാവർക്കും ഒരുപോലെ ദൈവത്തിനടുക്ക നേരിട്ട് സംസാരിക്കാം. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും. കണ്ടോ, ഇതെല്ലാം കഴിച്ചു വന്നാലും 365 ആടിനെ ഡെയിലി ഇറക്കുകയും, ഇനി എക്സ്ട്രാ വേറെ ഒരുപാടുണ്ട് കേട്ടോ, ഞാൻ അവിടെ തൊടുന്നില്ല. അകത്തേക്ക് കിടക്കാൻ ഒരു സ്പെഷ്യൽ ആടിനെ ഇറക്കുകയും ചെയ്താലും അവർക്ക് എന്തില്ല? മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ, മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാട്. കണ്ടോ, കഴിയാത്ത വഴിപാട് യാഗവും അർപ്പിച്ചു പോരുന്നു. കണ്ടോ, ഈ മനസാക്ഷി ഇവർ ചെന്ന് അവസാനത്തെ ദിവസം ചെന്ന് ആടിന്റെ രക്തം കൊണ്ട് കൃപാസനത്തിൽ തളിച്ചേച്ച് പുറത്തു വന്നാലും വെളിയിൽ നിൽക്കുന്ന പുരോഹിതന്മാർക്കകത്ത് കയറാൻ പറ്റത്തില്ല. അതിന്റെ വെളിയിൽ നിൽക്കുന്ന ആണുങ്ങൾക്കകത്ത് കയറാൻ പറ്റത്തില്ല. അതിന്റെ വെളിയിൽ നിൽക്കുന്ന സ്ത്രീകൾക്കകത്ത് കയറാൻ പറ്റത്തില്ല. മതിലിന്റെ പുറത്ത് നിൽക്കുന്ന ജാതികൾക്കകത്ത് കയറാൻ പറ്റത്തില്ല. എന്താ കാര്യം? നിത്യസമാധാനം കൈവന്നിട്ടില്ല. ഏതവനും അകത്ത് കയറാൻ വഴി കിട്ടിയത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായത് കൊണ്ടാണ്. സ്തോത്രം. അതാ പത്രോസ് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞത്, മറ്റൊരുത്തരിലും രക്ഷയില്ല. കർത്താവിന്റെ അടുക്കലേക്ക് വരാൻ, പിതാവിന്റെ അടുക്കലേക്ക് വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അത് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തു തന്നെ. ആണ് ആൾക്കാർ പറഞ്ഞത് നമ്മളിവിടെ മതപരിവർത്തനം നടത്തുന്നത്. വാസ്തവത്തിൽ കറക്റ്റാണ്, നമ്മൾ നടത്തുന്ന മതപരിവർത്തനമാണ്. ഈ പരിവർത്തനം നടത്താതെ ആർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. ചിലപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ ഇനി ഇവിടെ ഒരുത്തനും പ്രസംഗിക്കാൻ പറ്റില്ലെന്ന് പറയുമായിരിക്കും, എനിക്കറിയില്ല. സ്വതന്ത്രം. എന്തായാലും യേശുക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്ന റിസ്ക് ഒന്നും ഇനി വരാൻ പോകുന്നില്ല, അല്ലേ? യേശുക്രിസ്തുവിനെ തല്ലിക്കോതവന്മാർക്ക് അതാ ഗുഹയ്ക്കകത്ത് വെച്ച് പട്ടാളക്കാരെ കാവലും വെച്ചു. ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പുറത്തു പോയെങ്കിൽ ഇനിയിപ്പോ ഇവിടെ നമ്മളൊന്നും ചെയ്യാനൊന്നുമില്ല, അല്ലേ? ചെയ്യണമായിരുന്നെങ്കിൽ അന്ന് റോമൻ ഗവൺമെന്റ് അത് ചെയ്തതിൽ വിജയിക്കണമായിരുന്നു. ക്രിസ്തു ഉയർക്കാതെ ഇവർ അകത്താക്കിയതിൽ വിജയിച്ചിരുന്നു എങ്കിൽ ഈ ക്രിസ്തു മാർഗത്തെ ഇവർക്ക് തടസ്സം ചെയ്യാമായിരുന്നു. ജനം ദൈവത്തിങ്കിലേക്ക് വരുന്നതിന് ഇവർക്ക് ബ്ലോക്ക് ചെയ്യാമായിരുന്നു. അത് ബ്ലോക്ക് ചെയ്യാൻ അന്നത്തെ ഉഗ്രൻ ഗവൺമെന്റിന് കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് വരുന്ന ഒരു ചോട്ടാ ഗവൺമെന്റിനും സാധ്യമല്ലത്. ആരത് ചെയ്താലും നടക്കാൻ പോകുന്നില്ല. പിന്നെ പീഡകൾ വർദ്ധിക്കുമ്പോൾ കുറെ പേരൊക്കെ കർത്താവിനെ വിട്ടുപോകും. അവര് നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, കാഹളം ധനിക്കുമ്പം പോവുകയല്ല. സ്തോത്രം. കർത്താവുമായി വ്യക്തമായ ബന്ധമുള്ള ഒരുത്തനെയും തലയറുത്തിട്ടാലും അവൻ കർത്താവിനെ തള്ളിക്കളയില്ല. മറ്റവനെ സംബന്ധിച്ചിടത്തോളം 1/2 ലിറ്റർ മണ്ണെണ്ണ കൊടുക്കാമെന്ന് പറഞ്ഞാലോ, ഒരു 2 യൂണിറ്റ് പഞ്ചസാര കൊടുക്കാമെന്ന് പറഞ്ഞാലോ ചിലപ്പോൾ പോയെന്നിരിക്കാം. സ്വത്രം. ചിലപ്പോൾ കോഴിക്കൂട്ടിന് വേണ്ടി വന്നവരുണ്ടായിരിക്കാം, മുട്ടുവേദന മാറാൻ ക്രിസ്ത്യാനിയായവരുണ്ടായിരിക്കാം, പല്ലുവേദനയ്ക്ക് ക്രിസ്ത്യാനിയായവരുണ്ടായിരിക്കാം, പെണ്ണ് കെട്ടാൻ ക്രിസ്ത്യാനിയായവരുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള ടീമുകളൊക്കെ പീഡ വരുമ്പോൾ വിട്ടുപോകും. ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞൊരുത്തനും കർത്താവിനെ വിട്ടുപോവുകയില്ല. കാരണം അവൻ അതിപരിശുദ്ധ സ്ഥലത്തിനകത്ത് പോയി ദൈവവുമായി ബന്ധം സ്ഥാപിച്ചവനാണ്. സ്തോത്രം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ബേജാറാവേണ്ട ഒരു കാര്യമില്ല. ഇലക്ഷനോട് ബന്ധപ്പെട്ട് വല്ലാത്ത സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നയാൾ ജയിക്കണം, ഇന്നയാൾ ജയിക്കണം. ആര് ജയിച്ചാലും ആര് തോറ്റാലും നമുക്കൊരു പ്രശ്നമില്ല. നമ്മുടെ രക്ഷകൻ സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്നു. അവിടെ നിന്ന് നമ്മുടെ രക്ഷകൻ നമ്മെ ചേർക്കുവാൻ വരുവാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ത്യ ആര് ഭരിക്കുന്നെന്നോ, കേരളം ആര് ഭരിക്കുന്നെന്നോ, നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആരാണ് ജയിക്കുന്നതെന്നോ നമ്മുടെ വിഷയമേ അല്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ല ആൾ കോട്ട് കൊടുത്തോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ആരെങ്കിലും പൈസ ആയിരുന്നെങ്കിൽ മേടിച്ചോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇന്ന ആള് ജയിച്ചാൽ നമുക്ക് എന്തെങ്കിലും സഹായം ഉണ്ടാവുന്ന ആരും കരുതണ്ട. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള കർത്താവായ യേശുക്രിസ്തുവാണ് സഭയുടെ നാഥനെങ്കിൽ ആ സകല അധികാരത്തിന് കീഴിലാണ് ദൈവമക്കളായ നമ്മൾ ഇരിക്കുന്നത്. ആ കർത്താവിനെയാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. അവൻ ഏക മധ്യസ്ഥനാണ്. പ്രൈസ് ദി ലോർഡ്. 9 മുതൽ താഴോട്ട് വായിക്കും, സമയക്കുറവായതുകൊണ്ട് 9 മുതൽ വായിക്കേ. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടി ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങളത്രേ. ക്രിസ്തുവോ. കണ്ടോ, അപ്പൊ ഇനി പോയിന്റ് മാറുകയാണ്. ക്രിസ്തു. അപ്പൊ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പഴയ നിയമ കാര്യങ്ങളാണ്.
അതുകൊണ്ട് വലിയ ഗുണമില്ലായിരുന്നു എന്ന് പറഞ്ഞൊപ്പിച്ചിട്ട് ശ്ലീഹൻ പറയുകയാണ്, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതൻ. അപ്പൊ ഇതുവരെ വന്നിരുന്ന യാഗങ്ങളും കർമ്മങ്ങളും എല്ലാം പണ്ടുണ്ടായിരുന്ന പാപങ്ങൾക്ക് തൽക്കാല പരിഹാരം വരുത്തി വന്നു എങ്കിൽ ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതൻ. മനസ്സിലാവുന്നുണ്ടോ? ആ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവന് ലഭ്യമാകാൻ പോകുന്നത് വരുവാനുള്ള നന്മയാണ്. ഞാനും നിങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് വരുവാനുള്ള ലോകത്തിന് വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിലെ നന്മകൾക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി കർത്താവ് ഒരു രാജ്യം ഒരുക്കുവാൻ പോകുന്നു. നമ്മൾ അവിടേക്ക് പോകുവാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു പൈപ്പ് ലൈൻ ഇട്ട് തരാന്നോ, 2 സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് തരാന്നോ, റോഡ് ടാർ ഇട്ട് തരാന്നോ, അല്ലേ, നിങ്ങൾക്ക് അത് ചെയ്ത് തരാം, ഇത് ചെയ്ത് തരാം, ഇതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല. ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിന് വേണ്ടിയാണ്. ഇവിടെ നമ്മൾ അധിക നാൾ നിൽക്കുവാനുള്ളവരല്ല. 2050 വെച്ച് ഇവിടെ ഇരിക്കുന്ന 80% പെട്ടി കയറാനുള്ളവരാണ്. അതുകൊണ്ട് ഇവിടെ ആര് ഭരിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമേ അല്ല. ഇവിടെ ഹിന്ദു രാഷ്ട്രമാകാൻ പോകുന്നോ, ഇസ്ലാമിക രാഷ്ട്രമാകാൻ പോകുന്നോ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, എനിക്കും നിങ്ങൾക്കും ഈ ഭൂമി വേണ്ട. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന അവിടേക്ക് പോകാൻ താല്പര്യത്തോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ആ ദേശത്തേക്ക്, ഈ ദേശത്ത് നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുങ്ങിക്കൊള്ളാൻ ഇന്ന് രാത്രി വിളിച്ചു പറയാനാണ് നമ്മൾ ഇവിടെ വന്നത്, അല്ലേ? നമുക്ക് അത്രേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. അല്ലാതെ ഇവര് പറയുന്ന പോലെ പൊട്ടാസ് പരിപാടി പറയാനല്ല നമ്മൾ വന്നത്. നമുക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന വരുവാനുള്ള നന്മ, വരുവാനുള്ള നന്മ. ഈ ഭൂമിയിൽ ലഭ്യമാകുന്നതൊന്നുമല്ല നന്മ. ഈ ശരീരം വിട്ട് നമ്മൾ പോകേണ്ടി വരും. സ്തോത്രം. ഇനി താഴേക്ക് വായിക്കാം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി. വളരെ ശ്രദ്ധിക്കണം. കൈപ്പണി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഉണ്ടായിരുന്ന ദൈവാലയം കൈപ്പണിയാൽ ഉണ്ടാക്കിയതാണ്. സ്തോത്രം. ഇപ്പൊ പറയാണ് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി, ഈ സൃഷ്ടിയിൽ ഭൗതികമായതല്ലാത്തത്. അതാണ് പറഞ്ഞത്. ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായത് അല്ലാത്തത്. ഹോളോബ്രിക്സ് കൊണ്ടല്ല അത് ആ ആലയം ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെ? ചല്ലി സംബന്ധി കൊണ്ടല്ല ആ ആലയം ഉണ്ടാക്കിയിരിക്കുന്നത്. അതാ പറഞ്ഞത്, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയത്. പഴയ നിയമത്തിൽ ആലയത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? അതിന് വലിപ്പം ഒരു പ്രത്യേക വലിപ്പമേ ഉള്ളൂ. അതിനൊക്കെ കറക്റ്റ് അളവ് പറയുന്നുണ്ട്. ഞാൻ അതെല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ എന്താ പറയാ വിഭ്രാന്തിയിലാക്കുന്നില്ല. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഓരോന്നിനും കറക്റ്റ് അളവ്, ഇടുന്ന കർട്ടന് കറക്റ്റ് അളവ്, ഓരോ കുറ്റിക്ക് കറക്റ്റ് അളവ്, പലകയ്ക്ക് ഇത്ര അളവ്, എല്ലാറ്റിനും കറക്റ്റ് അളവ് മെഷർമെന്റ് കർത്താവ് കൊടുത്തതനുസരിച്ച് മോശ പണിതന്നേ ഉള്ളൂ. അല്ലാതെ മോശയ്ക്ക് അതിൽ ഒരു നൂലിട പോലും മാറ്റാൻ പെർമിഷൻ ഇല്ല. അത്ര കറക്റ്റ് അളവില്, അത്രയും കറക്റ്റ് അളവിൽ ചെയ്തു കൊടുത്ത സാധനത്തിനകത്ത് അതിപരിശുദ്ധ സ്ഥലത്തിൽ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ പ്രവേശിച്ച് ആടിന്റെ രക്തം കൊണ്ട് അവിടെ തളിച്ചിട്ട് തിരിച്ചിറങ്ങി വന്നാലും ജനത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകാതിരുന്നു എന്ന് എബ്രായ സഭയെ പരിചയപ്പെടുത്തിയിട്ട് പൗലോസ് പറയാണ്, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് വന്നിട്ട് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതും വലിപ്പവും തികവുമേറിയത്. ഉലകത്തിൽ എത്ര കോടി ജനം ഉണ്ടെങ്കിലും കംപ്ലീറ്റ് എണ്ണത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്നത്, സകലരുടെയും പാപത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്, സകല മനുഷ്യന്റെ സകല പ്രശ്നങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്ര വലിപ്പവും തികവുമേറിയത്. നാട്ടിലെ ആലയങ്ങളുടെ മുമ്പിൽ ചെന്ന് ജനത്തിന്റെ ചവിട്ടേറ്റ് ചത്തുവും, അല്ലേ? കിടക്കാൻ നേരമല്ല, വിരിപ്പ് വയ്ക്കാൻ നേരമല്ല, വിരിക്കാൻ നേരം ഇപ്പൊ സ്ഥലമില്ല, അല്ലേ? ഒന്നിനും സ്ഥലമില്ല. തിക്കും തിരക്കിലും പെട്ട ആൾക്കാർ ചത്തുവാണ്. കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആലയത്തിന്റെ പ്രത്യേകത വലിപ്പമുള്ളത്, അവിടെ നടക്കുന്ന ശുശ്രൂഷയുടെ പ്രത്യേകത തികവുള്ളത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്ന പ്രതീക്ഷിക്കുക. തികവുള്ളത്, അല്ലേ? നമുക്കിപ്പോ ഇത്രയും പേരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയെന്നാ പാസ്റ്റർ പറഞ്ഞത്. ഇവിടെയൊക്കെ വളരെ മോശമായിരുന്നു, എല്ലാം വെട്ടിപ്പറക്കി ചെയ്താ വൃത്തിയാക്കാൻ വേണ്ടി ഇച്ചിരി പാടുപെട്ടു, അല്ലേ? നിങ്ങൾക്ക് ഇച്ചിരി കസേര പറക്കൊണ്ടിട്ട് തരാൻ പാടുപെട്ടു, ഇത്രയും പേർക്കും വെളിച്ചം ഇട്ട് തരാൻ വേണ്ടി ഇച്ചിരി പാടുപെട്ടു. സംഭവം ശരിയാട്ടോ, വലിയ പാടുപെട്ടു. എന്നാൽ ഇത് ഒത്തോന്ന് കേട്ടാൽ ഒത്തതുമില്ല, അല്ലേ? നിങ്ങൾ അങ്ങനെ ഒപ്പിച്ചിരിക്കുകയാണ്. പലരും കസേരയിൽ ഇരിക്കുന്ന കണ്ടാൽ അറിയാം, അല്ലേ? വാക്കിനങ്ങ് ഇരുന്നാ മറിഞ്ഞങ്ങ് താഴെ പോവും, അല്ലേ? അതുകൊണ്ട് ഉറങ്ങാനും പറ്റാതെ ചിലർ വശക്കെട്ടിലിരിക്കുക. സാരമില്ല, കസേരയൊക്കെ ഒന്ന് അനക്കിയിട്ടിരുന്നോ നിങ്ങളുടെ പരുവത്തിന്? സ്വതന്ത്രം, കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം ഇത്രയൊക്കെ നമുക്ക് പറ്റാൻ പറ്റും. ഇതിനകത്ത് വലിയ തികവൊന്നുമില്ല. സ്വതന്ത്രം. ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പറയാം, വലിപ്പവും
തികവുമേറിയതും ഒരു കൂടാരത്തിൽ കൂടി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും ഇനി ശരി കേട്ടോണേ, ഇതൊക്കെ നിന്ന് പ്രസംഗിക്കേണ്ടതാ, നിർഭാഗ്യവശാൽ സമയമില്ല. സ്വത്രം ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല. കണ്ടോ, പഴയ നിയമത്തിൽ മുഴുവൻ ആട്ടുകൊറ്റൻ അല്ലെങ്കിൽ പശുക്കിടാവ്, ഇതിന്റെ രക്തം കൊണ്ട് വെച്ചാണ് കളി നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ നടക്കുന്നത് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തം കൊണ്ടല്ല, സ്വന്തം രക്തത്താൽ തന്നെ. സ്വന്തം രക്തത്താൽ തന്നെ. എത്ര മനോഹരം നോക്കിയേ, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട്. കണ്ടോ വാക്കുകൾ പോകുന്ന പോക്ക് കണ്ടോ, ആട്ടുകൊറ്റന്റെ രക്തം കൊണ്ടല്ല, സ്വന്തം രക്തം കൊണ്ട്. അടുത്ത് പറയാ, ഇത് ഡെയിലി ചെയ്യണ്ട, ഒരിക്കലായിട്ട്. അതിന്റെ പവർ എത്ര വലുതാണെന്ന് നോക്കിയേ, ഒരിക്കലായിട്ട്. വിശുദ്ധ മന്ദിരത്തിൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അത്ര മനോഹരം. അപ്പൊ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വീണ്ടെടുപ്പ്, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. അതുകൊണ്ടാണ് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കർത്താവ് സാധിപ്പിച്ചെടുത്ത ആ പ്രവേശനം ഈ 2024 നമ്മളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2030 ജനിക്കുന്ന കുഞ്ഞിനും ഇതിനകത്തേക്ക് പ്രവേശിക്കാനുള്ളത് കർത്താവ് ചെയ്തു വച്ചിരിക്കുന്നു. വിശ്വസിക്കുന്ന ഏവർക്കും കർത്താവിന്റെ അടുക്കലേക്ക് പ്രവേശിക്കാം. പ്രൈസ് ദി ലോർഡ്. എത്രയായി വാക്യം? 13 14 12 വായിക്കുന്നതായിട്ട്. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന ഭസ്മവും. ഇത് പഴയ നിയമത്തിലെ കാര്യമാണ് പറയുന്നത്. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ. പഴയ നിയമത്തിൽ ഇതാ ജഡീക ശുദ്ധി വരുത്തിയിരുന്നു. ഇന്ന കാര്യങ്ങൾ ജനത്തിന്റെ മേൽ തളിക്കുമ്പോൾ അവർക്ക് ജഡീക ശുദ്ധി വരുമായിരുന്നു. അതാ പറഞ്ഞു, അവർക്ക് ജഡീക ശുദ്ധി വരുത്തിയെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച. അവിടെ വളരെ ആ വാക്കുകളെല്ലാം ശ്രദ്ധിക്കണം, എല്ലാം അബ്സല്യൂട്ട് വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. നിത്യ ആത്മാവ്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച. അത്ര മനോഹരം നോക്കിയേ, അത്ര നിഷ്കളങ്കനായിട്ട് ആരും ഇവിടെ കിട്ടിയിട്ടില്ല കേട്ടോ. ഭൂമിയിൽ ആരും അങ്ങനെ നിഷ്കളങ്കനായി ജനിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ക്രിസ്തു മാത്രം രക്ഷകനെന്ന് നമ്മൾ നെഞ്ചത്ത് കൈവച്ച് പറയാൻ കാരണം. ഇടയ്ക്ക് യഹോവ സാക്ഷികളോട്ട് സംസാരിച്ചപ്പോൾ അവർ പറയാം, നിങ്ങൾ പറയുന്നത് യേശു മാത്രമാണ് നല്ലവൻ, യേശു മാത്രമല്ല ഇവിടെ വേറെ ആൾക്കാർ നല്ലവരുണ്ടെന്ന്. അല്ലേ? നമുക്ക് കൊണ്ടുവന്നല്ലേ സംസാരിച്ച് നോക്കാനൊക്കുള്ളൂ ആ നല്ലവൻ ആരാണെന്ന്, അല്ലേ? ക്രിസ്തു ഉലകത്തിന്റെ മധ്യഭാഗത്തുനിന്ന് നെഞ്ചത്തടിച്ചിട്ട് ചോദിക്കാം, നിങ്ങൾ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം? ഇത് ചോദിക്കാൻ ഇവിടെ ആർക്കാ പറ്റുക? അല്ലേ? ഗാന്ധിക്ക് പറ്റുമോ? ഗാന്ധി പറഞ്ഞു, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എന്റെ സന്ദേശമാണ് എന്റെ പ്രസംഗം എന്ന്, എന്റെ സന്ദേശം എന്ന് ഗാന്ധി പറഞ്ഞു. ഗാന്ധി ശരിക്കും ക്ലോസ് ആയിട്ട് പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഗാന്ധിയുടെ സന്ദേശവും ഗാന്ധിയുടെ ജീവിതവും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലാണ്ടോ? അതുകൊണ്ട് അടുത്ത ഗവൺമെന്റ്, ഇപ്പൊ ഇരിക്കുന്ന ഗവൺമെന്റ് തന്നെയാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ രാഷ്ട്രപിതാജിയുടെ സ്ഥാനം പോകാനും സാധ്യതയുണ്ട്, അല്ലേ? അപ്പൊ ഇവിടെ വല്ലവരും പറഞ്ഞ് നമ്മൾ കലാപം ഉണ്ടാക്കി അടി വാങ്ങിച്ചു പിടിക്കും, അല്ലേ? വേറെ ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഗോഡ്സെ വരാൻ സാധ്യത ഇല്ലാതില്ല. ആരെങ്കിലും പറ്റട്ടെ, നമുക്ക് ആരായാലും നമുക്ക് പ്രശ്നമില്ല. നമുക്കൊരു പിതാവുണ്ട്, നമ്മുടെ പിതാവ് സ്വർഗത്തിലുണ്ട്. രാഷ്ട്രത്തിൽ ആരുടെ പിതാവായാലും നമുക്ക് വേണ്ടതല്ല. ആരുടെ പടം നോട്ടിൽ വെച്ച് അടിച്ചാലും നമ്മൾ വാങ്ങിക്കും, പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കും. നമുക്കിതിലൊന്നും ബേജാറില്ല. ഇടയ്ക്ക് ആരോ പറയുന്നതായിട്ടു ഏതോ ദൈവത്തിന്റെ പടം അടിക്കും. ആരുടെ പടം അടിച്ചാലും വേണ്ടില്ല, സാധനം കയ്യിൽ നിന്ന് മൂല്യമുള്ള സാധനമായിരുന്നു മതി, നമുക്ക് ഒരു കുഴപ്പമില്ല. ചില നമ്മളെ പോക്കറ്റ് ഇട്ടുള്ളത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി വിടുക, അല്ലേ? ഇതിലൊന്നും നമ്മളിവിടെ ബേജാറാവേണ്ട ഒരു കാര്യമില്ല. നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ ഗുണപ്പെട്ടിരിക്കുന്നത് നിത്യാത്മാവിനാലാണ്. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് ഈ ചാരം തൂത്തല്ല വീണ്ടെടുക്കപ്പെട്ടത്. സ്തോത്രം. നമ്മൾ ഈ ആടിന്റെ ചോര തളിച്ചല്ല നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടത്. സ്തോത്രം. കർത്താവായ യേശുവിന്റെ പുണ്യാഹ രക്തത്താലാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത്, അല്ലേ? ഇടയ്ക്ക് ഇവിടെ പറഞ്ഞിട്ട് ഞായറാഴ്ച അവധി ഇനിയിപ്പോ ഒഴിവാക്കാൻ പോവാണ്, വേറെ ഏതോ ദിവസമാക്കാൻ പോവാണ്, അന്ന് നമ്മൾ ആരാധിക്കും? നമുക്ക് ഇതിലൊന്നും ഞായറാഴ്ച തന്നെ നമ്മുടെ ദൈവം ഞായറാഴ്ച മാത്രം ഇറങ്ങുന്ന ദൈവം അല്ല. ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അവർ പറഞ്ഞ ഞായറാഴ്ച മാറിയ പ്രശ്നമുണ്ട്. നമുക്ക് ഞായറാഴ്ച മാറിയ നമുക്ക് ഒരു ദിവസം എല്ലാവർക്കും കൂടെ കൂടി ഒന്ന് ആരാധിക്കണം. അതിനി പറ്റിയാലെന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധിക്കും. അതെങ്ങനെയെന്ന് വെച്ചാൽ അതപ്പോഴറിയാം, അല്ലേ? ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും റിസ്ക് ഉള്ള രാജ്യം സൗദി അറേബ്യയാണ്.
അവിടെ ഞാൻ കണ്ടിട്ടുള്ള അത്ര ആരാധന വേറൊരിടത്ത് ഞാൻ കണ്ടിട്ടില്ല. സൂപ്പർ ആരാധനയാണ്. രാജാവ് ഭരിക്കുന്ന സൗദി അറേബ്യയിൽ ജനങ്ങൾ കൂട്ടമായിട്ട് ആരാധിക്കുന്നെങ്കിൽ നമ്മൾ സുന്ദരമായിട്ട് ഇവിടെ ആരാധിക്കും. സ്വതന്ത്രം സുന്ദരമായിട്ട് ആരാധിക്കും. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. പിന്നെ നമുക്ക് കീബോർഡ് ബാക്കി ലൊട്ടിലൊടുക്കുന്നത് ചിലപ്പോൾ കാണുകയല്ല. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാലാമത്തിലിട്ട് പൂട്ടി കൈ ചങ്ങലക്കിട്ടിരുന്ന വസ്ത്രമൊന്നും ഇല്ലാതിരുന്നപ്പോൾ പൗലോസ് ശീലാസും ആരാധിക്കാൻ കഴിഞ്ഞു എങ്കിൽ ദൈവ മക്കളാണോ അവൻ കിടക്കുന്നിടത്ത് അവൻ ആരാധിക്കാൻ കഴിയും. ആരാധനയ്ക്ക് നമുക്ക് ആവശ്യം ഇമാതിരിയുള്ള സഹസാധനങ്ങളൊന്നുമല്ല, കർത്താവിന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് ഇത് വേണ്ടെന്നല്ല പറയാം, ഇതൊക്കെ നമുക്ക് വേണം. അത്യാവശ്യം നമുക്ക് കർത്താവിന്റെ സാന്നിധ്യം ഇച്ചിരി കുറവായതുകൊണ്ട് ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് വേണം. അല്ലേ? പാടാൻ താളത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സാധനമൊക്കെ ഉപയോഗിക്കുന്നതിന് എൻ്റെ ചർച്ചയിൽ എല്ലാ സാധനവും ഉണ്ട്, നമ്മളെല്ലാം ഉപയോഗിക്കാറുണ്ട് അല്ലേ? എല്ലാം ഉപയോഗിക്കുന്നത് പാപമൊന്നുമല്ല. പിന്നെ ഇത് തന്നെ ആയി പോകരുത്. കറണ്ട് പോയാൽ കർത്താവില്ലാതായി പോകരുത്. അത് മറ്റേ ക്രിസ്മസിന് മറ്റേ എന്താ കടകളിലേക്ക് വെച്ചിരിക്കുന്ന ക്രിസ്മസ് അപ്പൂപ്പനെ പോലെയാണ്. അയാളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും, കറണ്ട് പോയി അങ്ങനെ നിൽക്കും. ഞാൻ പറഞ്ഞു മനസ്സിലാണ്ടോ? അതുപോലെ ആയി പോകരുത് നമ്മുടെ ആരാധന. കറണ്ട് പോയാൽ ചിലപ്പോൾ മിക്കവാറും ചർച്ചകളിൽ ആരാധന നടക്കുകയല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു എന്നിട്ട് നമുക്ക് നേരെ തിരിച്ചു വരാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമുക്കിതൊന്നും വിഷയമല്ല. ഞായറാഴ്ച എടുത്തോണ്ട് പോയാലും വിഷയമില്ല, ചൊവ്വാഴ്ച എടുത്തോണ്ട് പോയാലും വിഷയമില്ല. നമുക്കിതൊന്നും വിഷയമല്ല. നോട്ട് എടുത്തോണ്ട് പോയാലും വിഷയമല്ല. നമ്മളിതൊന്നും ബാധിക്കുന്ന വിഷയമല്ല. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും സാമ്രാജ്യം ഉണ്ടാക്കാനേ അല്ല. അല്ലേ? എല്ലാവരും പറയാ നിങ്ങളെ കൊന്നുകളയും. വളരെ സന്തോഷം. എങ്ങനെ ചാവും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൊന്നുതരാൻ തന്നെ ഇതുപോലെ സന്തോഷം എന്താണ്? ഇല്ലെങ്കിലും നമ്മൾ ചാവുമല്ലോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇതിൽ ദൈവമക്കളൊന്നും ഇവിടെ ഭാരപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ പേടിച്ചിട്ട് നിങ്ങളുടെ ഇവിടെ ആരുടെയും പിറകെ വോട്ട് പിടിക്കാൻ നടക്കുകയും വേണ്ട. നിങ്ങൾക്കുള്ള വോട്ട് നിങ്ങൾ ഇത് ആലോചിച്ച് നോക്കിയിട്ട് ആർക്കെങ്കിലും കൊടുക്കുക. നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ ആർക്കെങ്കിലും, അതിൽ ഇതിൽ വിഷയമൊന്നുമില്ല. എക്സ് വൈ ഒന്നും വിഷയമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇലക്ഷൻ എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ഇടുക. പൈസ വെച്ചിട്ട് 5 വാൾപോസ്റ്റൊക്കെ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഇടുക. ഒരു ചിഹ്നം എന്തെങ്കിലും വെച്ച് അങ്ങോട്ട് അടിക്കുക. ഒരു കുഴപ്പമില്ല. സ്തോത്രം. അങ്ങനെ ഇപ്പം നമുക്കിവിടെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. സാരമില്ല. സ്തോത്രം. ഇതൊന്നും കഥയുള്ള കാര്യമല്ല. ചില ആൾക്കാർ പല കാര്യങ്ങളിലും ബേജാറായിട്ട് നടക്കുകയാണ്. അവരെ കണ്ടിട്ട് എനിക്ക് സഹതാപം തോന്നുകയാണ്. ക്രിസ്തുവോ, ആ വാക്ക് തന്നെ കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ രോമാഞ്ചം തോന്നുകയാണ്. സ്വതന്ത്രം ക്രിസ്തുവോ അല്ലേ? സ്വതന്ത്രം. തോട്ട് വായിക്കും, വേഗം വായിക്കും. ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുക. ദൈവത്തെ കണ്ട, ചുമ്മാ സാധാരണ ലോക്കൽ ദൈവത്തെ ആരാധിക്കാനല്ല, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ചാരത്തിനും ചോരയ്ക്കും ഇത്രയ്ക്ക് ശുദ്ധീകരിക്കാൻ കെൽപ്പുണ്ടായിരുന്നു എങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിനും നിങ്ങളെ എത്രയധികം ശുദ്ധീകരിക്കാൻ കഴിയും. അങ്ങനെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിട്ടാ നമ്മൾ ദൈവമക്കൾ എന്ന ലേബൽ ഒട്ടിച്ച് നടക്കുന്നത്. സ്വതന്ത്രം. എന്റെ മക്കൾ അല്ലെങ്കിൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്ന വചനം പറയുന്നേ. അതുകൊണ്ട് ദൈവമക്കൾ ആ വിശ്വാസത്താലാ ജീവിക്കുന്നേ. സ്വതന്ത്രം. ഇനി 13 വായിക്കേ. അതുനിമിത്തം ആദ്യ നിയമത്തിലെ അവിടേക്കാണ് നമ്മൾ വരികയാണ്. ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള, ശ്രദ്ധിച്ചോണേ, ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട്. അപ്പൊ ആദ്യ നിയമത്തിന്റെ ലംഘനത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനൊരു മരണം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഏതാണ്ടൊക്കെ ശ്രദ്ധിക്കുകയാണ്. സ്തോത്രം. അല്ലേ? പടം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വെള്ളം കുടിക്കായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ അതിനുള്ള വകുപ്പില്ല. കേട്ടോ? ആദ്യ നിയമത്തിന്റെ, ശ്രദ്ധിച്ച് കേൾക്കണേ, ആദ്യ നിയമത്തിന്റെ ലംഘനത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടാവണം. എന്താ ആദ്യ നിയമവും അതിന്റെ ലംഘനവും? ഇവിടെ ആദ്യ നിയമം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് മോശ എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങളെ കുറിച്ചാണ്. മോശ എഴുതിയിരിക്കുന്ന നിയമങ്ങൾ എഴുതപ്പെട്ട നിയമങ്ങളാണ്. ആ നിയമം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ആദ്യ നിയമമുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദനിൽ കൊണ്ടാക്കി, മനുഷ്യനെ ദൈവം തോട്ടത്തിലാക്കിയിട്ട് അവനോട് പറഞ്ഞു, തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം തിന്നരുത്. അതാണ് അവിടുത്തെ കൽപ്പന. തിന്നരുത്. തിന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും. എന്ന് പറഞ്ഞാൽ മരിക്കും. ശ്രദ്ധിച്ചിരിക്കണം. സ്വതന്ത്രം. നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തെ കാണിച്ചിട്ട് പറയാം, ഇത് മാത്രം തിന്നരുത്. തിന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും. ആദ്യം നിയമം ലംഘിക്കപ്പെട്ടു. എങ്ങനെ ലംഘിച്ചു? ചെകുത്താൻ സർപ്പത്തിലൂടെ വന്ന് ഏദനിൽ സ്ത്രീയോട് സംസാരിച്ചു, തിന്നാ ഒന്നും സംഭവിക്കില്ലെന്ന് മാത്രമല്ല, നിന്റെ കണ്ണു തുറക്കുന്ന ദൈവത്തെ പോലെ ആവും. പ്രലോഭനമാണ്. മനസ്സിലായോ?
ആദ്യം വന്ന് ചോദിക്കുക, ഏതെങ്കിലും തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവൾ സിമ്പിളായിട്ട് പറയാ, തിന്നരുതെന്ന് പറഞ്ഞു, തുടരുതെന്നും പറഞ്ഞു. ചിലരങ്ങനെ കട്ടയ്ക്ക് ഉപദേശമാണ്. അത്രയും ഉപദേശം വേണ്ട, ഒരു പൊടിക്ക് കുറച്ച് മതി. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഭയങ്കര ഉപദേശത്തിൽ നിൽക്കരുത്, അത് വലിയ പാടാണ്. എല്ലാവരും ഒരുമാതിരി കഷായം കുടിച്ച പോലെ ഇരിക്കുകയാണ്. വെള്ളം വല്ലതും വേണമെന്നുണ്ടോ? വേണേ കൈപോക്കി കാണിച്ചാൽ മതി. ആർക്കും വേണ്ട. സ്വതന്ത്രം. ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലേ? ചിലരിങ്ങനെ കഠിന ഉപദേശമാണ്. തിരുവഴുത്ത് നമ്മളോട് സൂചിപ്പിക്കാത്ത അത്രയും ഉപദേശമൊന്നും വേണ്ട, തിരുവഴുത്ത് പറയുന്ന അത്രയും ഉപദേശം സൂക്ഷിക്കുക തന്നെ വേണം. അതിലൊട്ടും കുറയ്ക്കരുത്, അതിൽ കുറയ്ക്കരുത്. നമ്മൾ അത് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടും വേണം. സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? തിന്നരുതെന്ന് പറഞ്ഞ പുള്ളിക്കാരി പറഞ്ഞു, തുടരുതെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിശാചിന് മനസ്സിലായി ഇവളെ വീഴ്ത്താൻ എളുപ്പമാണ്. അതാണ് കഠിനോപദേശത്തിൽ നിൽക്കുന്നവർ ഒരുപാട് കൊല്ലം നിൽക്കുകയല്ല, പെട്ടെന്ന് തള്ളിയിടാൻ എളുപ്പമാണ്. സ്തോത്രം. ഇവിടെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് മേടത്തെ തള്ളിയിട്ടു. അവൾ വൃക്ഷഫല പറിച്ചു തിന്നു, അങ്ങേർക്കും കൊടുത്തു. 2 എണ്ണവും ആദ്യ നിയമം ലംഘിച്ചു. ശ്രദ്ധിച്ചിരിക്കണം, ആദ്യ നിയമം ലംഘിച്ചു. അങ്ങനെ ദൈവത്തിൽ നിന്ന് ഇവർ അകന്നുപോയി, ദൈവമക്കളല്ലാതായി മാറി. ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. പക്ഷേ ആ സൃഷ്ടിയായ മനുഷ്യന് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ കഴിയാതെ പോയത് ആദ്യ നിയമത്തിന്റെ ലംഘനമായിരുന്നു. ആദ്യ നിയമത്തിന്റെ ലംഘനത്തിൽ നിന്ന് ജനത്തിന് മോചനം വരുത്താൻ വേണ്ടി കർത്താവ് വെച്ചതാണ് തന്റെ ഏകജാതന്റെ യാഗം. സ്തോത്രം. ഏകജാതന്റെ യാഗം. ഏകജാതനെ യാഗം കഴിക്കാനുള്ള ക്രമീകരണം ചെയ്തിട്ട് അവിടേക്ക് വരുന്നത് വരെ ആട്ടിക്കൊറ്റന്മാരെയും പ്രാവിനെയും കാളക്കൊറ്റന്മാരെയും ഒക്കെ യാഗം കഴിച്ചുകൊണ്ട് വരാനിരുന്ന യാഗത്തെ നിഴലായിട്ട് കാണിച്ചു കൊണ്ടേയിരുന്നു. പഴയ നിയമം മുഴുവൻ അതാ നമ്മൾ കാണുന്നത്, നിഴലായിട്ട് കാണിച്ചു കൊണ്ടേയിരുന്നു. സ്തോത്രം. എന്നിട്ട് കൃത്യം സമയമായപ്പോ ഏകയാഗത്തിനായി ക്രിസ്തു വരും. അതായത് നമ്മൾ വായിച്ച ഭാഗം, ആ വാക്യം നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടോണം. വായിക്കാം. അതുനിമിത്തം ആദ്യ നിയമത്തിന്റെ ലംഘനങ്ങളിൽ നിന്നുള്ള, കണ്ടോ, ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി. കണ്ടോ? അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അടുത്ത് കൊണ്ടുവന്ന ആദ്യത്തെ നിയമം എന്ന് നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയാവുന്നത് മോശയുടെ നിയമമാണ്. ആ നിയമവും ലംഘിക്കപ്പെട്ടു. ആ നിയമവും ജനത്തിന് അനുസരിക്കാൻ പറ്റാത്ത രീതിക്ക് കഠിനമായിരുന്നു. ഇപ്പൊ ഒരാൾക്ക് അതിനെ അനുസരിക്കണമെന്ന് തോന്നിയാൽ അനുസരിക്കാൻ വലിയ പാടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കത് അനുസരിക്കണമെന്ന് തോന്നിയാൽ, പഴയ നിയമത്തിലെ നിയമം അനുസരിക്കണമെന്ന് തോന്നിയാൽ, ഒന്നാമത്തെ എന്റെ ഹിൻഡ്രൻസ് ഞാൻ യഹൂദനല്ല എന്നുള്ളതാണ്. അല്ലെ, ഞാൻ ഇസ്രായേലിൽ പെട്ടവനല്ല എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് റിസ്ക് ആണ് ഇസ്രായേലിന് ആവാൻ. പിന്നെ ഇത് ആയി കഴിഞ്ഞിട്ട് അവന്റെ ഓരോ നിയമം പഠിച്ചെടുക്കാൻ തന്നെ കുറെ കാലം എടുക്കും. പിന്നെ അതനുസരിക്കണമെങ്കിൽ അതിനേക്കാളും വലിയ കെണിയാണ്. ഇതെല്ലാം കൃത്യമായിട്ട് അനുസരിച്ച ആളാണ് പൗലോസ്. അതാ പൗലോസ് പറയുന്നത്, ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ അനന്യനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ന്യായപ്രമാണം വെച്ചും എൻ്റെ മേൽ ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. അത്ര പെർഫെക്റ്റ് ആണ് ഞാൻ ന്യായപ്രമാണം സംബന്ധിച്ച്. പക്ഷെ അയാൾ പുതിയ നിയമം എടുത്ത് നോക്കിയിട്ട് പറയാ, പക്ഷെ ക്രിസ്തുവിൽ ഞാൻ നോക്കുമ്പോ യോക്കുകയല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലുണ്ടോ? അത്രയും പഠിച്ചിട്ടാണ് അയാൾ അത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കുറ്റവും ഇല്ലെന്ന് തോന്നുന്നത് ഈ ന്യായപ്രമാണം അറിയത്തില്ല, കിതാബും അറിയത്തില്ല, നാട്ടിലെ നിയമവും നമുക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ട്. ഇതെല്ലാം കൂടി ആയപ്പോഴാണ് നമ്മൾ വളരെ ഡീസന്റ് ആണെന്ന് പറയാൻ കാര്യം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങളെ ഇരിപ്പ് കണ്ടാ അറിയാം. ഒരനകൊല്ലം മിണ്ടാതിരിക്കുന്നത് നിങ്ങൾക്ക് കാര്യം പിടികിട്ടി എന്നുള്ളത് കൊണ്ടാണ് അല്ലേ? കൃത്യമായിട്ട് നിയമങ്ങൾ നമുക്കറിയാമെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നത് പോലും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? ഡ്രൈവിങ്ങിൽ എത്ര നിയമം അറിയാൻ എനിക്കൊന്നും അറിയത്തില്ല, സത്യമായിട്ടും അറിയത്തില്ല. നമുക്ക് നിയമത്തിന്റെ ആവശ്യങ്ങളും ഇപ്പൊ വലുതായിട്ടില്ലല്ലോ അല്ലെ? സ്പീഡ് നോക്കി വണ്ടി ഓടിക്കണം. പിന്നെ നമുക്ക് വലത്തോട്ട് തിരുമ്പോൾ വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടുക, ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടുക. അത്യാവശ്യം കണ്ണാടി നോക്കുക വല്ലവനും പാഞ്ഞ് വരുന്നുണ്ടോ എന്ന്. വരുന്നില്ലെങ്കിൽ നമ്മളെടുത്ത് പിടിച്ചു കൊടുക്കും അല്ലേ? അപ്പൊ അവൻ വന്ന് കയറുന്നു, 2 ചീത്ത വിളിക്കുന്നു, നമ്മൾ കൈ കാണിക്കുന്നു, പോകുന്നു അല്ലേ? നിയമം അവനും അറിയില്ല, എനിക്കും അറിയില്ല അല്ലേ? വാസ്തവത്തിൽ നമുക്ക് വണ്ടി വലത്തോട്ട് തിരിയാന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഇട്ട് അങ്ങ് പോകുക എന്നുള്ളതല്ല. ഇൻഡിക്കേറ്റർ ഇട്ട് നടു റോഡിൽ നിർത്തി നമ്മുടെ താല്പര്യം കാണിക്കണം. എനിക്ക് വലത്തോട്ട് തിരിയാനുള്ളതാണ് എൻ്റെ താല്പര്യം എന്ന് കാണിച്ച് അവിടെ നിർത്തിയിട്ട് ബാക്കി വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ തിരിയാൻ പാടുള്ളൂ. നമ്മൾ അങ്ങനെയല്ല, ഇടുന്നു തിരിയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈറ്റ് വേണമെങ്കിൽ കണ്ടിട്ട് അപ്പുറത്തോട്ട് പോക്കണോ, അതാണ് നമ്മുടെ ചിന്ത അല്ലേ? നമുക്ക് നിയമമൊന്നും അറിയില്ല. ഇതുപോലെ തന്നെ നാട്ടിലെ നിയമം അറിയാത്ത പോലെ തന്നെ നമുക്ക് ബൈബിളിലെ നിയമങ്ങളും അറിയില്ല. കാരണം നമ്മൾ ഇതങ്ങനെ വായിക്കാറില്ല അല്ലേ? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബന്ധു, ഒരു സഹോദരനെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ബൈബിൾ വല്ലതും വായിക്കാറുണ്ടോ? പുള്ളി പറഞ്ഞു, ഓ അതൊക്കെ എന്തിനാ വായിക്കുന്നത് അല്ലേ? പുള്ളി കത്തോലിക്ക ചർച്ചിലെ അച്ഛൻ ഇങ്ങനെ വീശി കൊടുക്കാൻ നിൽക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളി പറയാ, അതൊക്കെ എന്തിനാ വായിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇതിനകത്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഓ അങ്ങനെയൊന്നുമില്ല, നമ്മളങ്ങ് നേരെ ജീവിച്ചാൽ മതി. ഇവൻ എങ്ങനെ അറിയാം ഇത് വായിക്കാതെ നേരെ ജീവിക്കാൻ? ഞാൻ പറഞ്ഞു, മനസ്സിലുണ്ടോ? ഞാൻ അഡ്വക്കേറ്റ് അല്ല. നിങ്ങൾ എൻ്റെ അടുത്തൊരു കേസിന്റെ പേപ്പർ കൊണ്ടുവന്നാൽ എനിക്ക് നിയമം പറയാൻ അറിയാമോ? ഇല്ല, ഞാൻ വായിച്ചു നോക്കിയിട്ട് സംഭവം കൊള്ളാം കേട്ടോ, കൊള്ളാം.
ഇത് നിയമം അറിയാന്നുള്ളവനല്ലേ ഇതിന്റെ സാധനം പറയാനൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞത് എങ്ങനെ ശരിയാവും? തെക്കും വടക്കും അറിയണ്ടേ എനിക്ക്? ഞാൻ പറയുന്ന വല്ലതും മനസ്സിലാകത്തോട്ട് നിങ്ങൾക്ക്. പക്ഷെ നമുക്കാണെങ്കിൽ എല്ലാം അറിയാം അല്ലേ? ഡോക്ടർ പറയേണ്ട കാര്യം നമുക്കറിയാം, അഡ്വക്കേറ്റ് പറയേണ്ട കാര്യം നമുക്കറിയാം, വില്ലേജ് ഓഫീസർ പറയേണ്ട കാര്യം നമുക്കറിയാം, എല്ലാം അറിയാം. പക്ഷെ വീട്ടിൽ പിള്ളേരോട് പറയേണ്ട കാര്യം മാത്രം നമുക്കറിയില്ല. നിങ്ങളെ മനപ്രയാസപ്പെടുത്താതെ ഞാൻ തിരിച്ചു വരികയാണ്. അപ്പം നമ്മൾ വളരെ ഡീസൻ്റായി ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത പോലെ വിശുദ്ധരായി നടക്കുന്നതിൻ്റെ കാരണം കിതാബ് നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ്. ഈ തിരുവെഴുത്ത് നേരെ ചൊവ്വേ നമ്മൾ പഠിച്ചാലേ നമ്മൾ ഒരുപാട് ഇനി മാറാനുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ജീവിതം ഇനി ഒരുപാട് വ്യത്യാസപ്പെടുത്താനുണ്ടെന്ന് മനസ്സിലാവും. ഈ പോക്ക് പോയ നരകത്തിൽ പോകും നമുക്ക് മനസ്സിലാവും. നമ്മൾ തിരുവെഴുത്ത് വായിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഈ ധൈര്യത്തിന്റെ കാരണം. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ നിർബന്ധമായും തിരുവെഴുത്തുകളെ വായിക്കണം, തിരുവെഴുത്തുകളെ പരിശോധിക്കണം. അത് വായിക്കുമ്പോഴും പരിശോധിക്കുമ്പോഴുമാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ പോരാ എന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നതും നമുക്ക് വ്യത്യാസത്തിനായി വിധേയപ്പെടുവാൻ കഴിയുന്നതും. സ്തോത്രം. അപ്പോൾ ഇവിടെ ആദ്യ നിയമം വയലേറ്റ് ചെയ്തു, ലംഘിച്ചപ്പോ അതിൽ നിന്ന് ജനത്തെ വീണ്ടെടുക്കാൻ. അപ്പൊ മോശയുടെ നിയമം എന്നതിനെ അവിടെ നിർത്തിയിട്ട് ഞാൻ നേരെ ഏദനിലേക്ക് പോവാണ്. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ നമ്മളെ ദൈവത്തോടടുപ്പിക്കാൻ ഒരു മരണം ആവശ്യമായി വന്നു. അതാ നാട്ടിലെ ആൾക്കാർ ദൈവത്തിൻ്റെ അടുക്ക ചെല്ല എല്ലാ പരിപാടിയും നോക്കുക. മീൻ തിന്നാതിരുന്ന് നോക്കും, ഇറച്ചി തിന്നാതിരുന്ന് നോക്കും, ദൈവത്തിൻ്റെ അടുക്ക പോകാൻ വേണ്ടി. ക്രിസ്ത്യാനികൾ ഇപ്പം 10-40 ദിവസം കൊണ്ട് ഇറച്ചിയും മീനും മുട്ടയും തിന്നുന്നില്ല, ബീഡി വലിക്കുന്നില്ല, വെള്ളം അടിക്കുന്നില്ല അല്ലേ? നാളെ മറ്റന്നാളെ കണ്ടോ യേശുവിനെ ക്രൂശിക്കും, പിന്നെ ഒരു ദിവസത്തെ കരച്ചിലും. അത് കഴിഞ്ഞാൽ ഞായറാഴ്ച മുതൽ പഴയതുപോലെ വെള്ളമടി ആരംഭിക്കാവുന്നതാണ് അല്ലേ? അപ്പൊ കർത്താവ് ഈ 40 ദിവസത്തിൽ വല്ലതും വന്നാലേ ഇതിനെടുത്തോണ്ട് നോക്കുകയുള്ളൂ അല്ലേ? അതും ഫ്രീസറിലൊക്കെ സാധനം കാണും. ഞായറാഴ്ച തൊട്ട് അടിക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരങ്ങനെ ഇരിക്കുകയാണ്. കർത്താവ് ഒന്ന് ഉയർക്കണം, ഇവർക്ക് ഒന്ന് എഴുന്നേക്കണം, 40 ദിവസത്തെ ക്ഷീണം തീർക്കണം അല്ലേ? എനിക്ക് ജനത്തെ കണ്ടിട്ട് സഹതാപമാണ് തോന്നുന്നത്. നമ്മൾ ഡെയിലി ഇറച്ചി മീനും പൊട്ടയൊക്കെ തിന്നുക, ഒരു കുഴപ്പമില്ല. കാരണം നമ്മുടെ ദൈവത്തിന് അതിലൊരു പ്രയാസമില്ല. നിങ്ങൾക്ക് തിന്നാൻ തന്നിരിക്കുന്നു എന്ന് കിതാബി പറയുകയാണ്. വാസ്തവത്തിൽ ഞാൻ രക്ഷിക്കപ്പെടാതിരുന്നെങ്കിൽ ഊപ്പാട് വന്നു പോയനെ, ഒന്നും തിന്നാനൊക്കുകയല്ല അല്ലേ? ഇതിപ്പോ വേറെ പ്രശ്നമൊന്നുമില്ല. എൻ്റെ പഞ്ചസാരയുടെയും പ്രഷറിൻ്റെയും ലെവൽ നോക്കി എന്ത് വേണോ തിന്നാം. അതുകൂടി കർത്താവ് മാറ്റിത്തരാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. കർത്താവ് എല്ലാം തിന്നോളാനാ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ പറഞ്ഞപ്പോൾ കുളമ്പ് കീറാത്തത് തിന്നണ്ട, പിന്നെ 2-3 ഐറ്റം തിന്നണ്ട എന്ന് പറഞ്ഞു. പുതിയതിൽ എല്ലാം തട്ടിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം പന്നിയൊക്കെ എല്ലാം തട്ടിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. അസുഖം പിടിച്ചാൽ മരുന്ന് കഴിച്ചോണം, നിങ്ങൾ വെച്ച് തിന്നോണം. കർത്താവ് എന്ത് വേണോ നമുക്ക് തിന്നാം, ഒരു കുഴപ്പമില്ല. സ്വതന്ത്രം അല്ലേ? ആഹാരപാനീയങ്ങളൊന്നും നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റുന്നില്ല. നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസമാണ് ആവശ്യം. എന്താ ആ കാര്യം എന്ന് ഞാൻ ആ കാര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പോവാം. ഒരുപാട് കാര്യം പറയാനുണ്ട്. ഇവിടെ കർത്താവ് പറയുകയാണ്, പൗലോസ് പറയുകയാണ്, ആദ്യ നിയമത്തിന്റെ ലംഘനത്താൽ ഉണ്ടായ മരണത്തിൽ നിന്നൊരു വീണ്ടെടുപ്പ് വരുത്തേണ്ടതിന് ഒരു മരണമുണ്ടായി. അതാണ് യേശുക്രിസ്തുവിന്റെ മരണം. അപ്പോ ആദ്യ നിയമത്തിൽ നിന്ന് എല്ലാ മനുഷ്യരും ദൈവത്തിൽ നിന്ന് എന്ത് പറ്റി? അകന്നുപോയി. ഈ അകന്നുപോയ മനുഷ്യനെ ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവരാൻ ഒരു മരണം അനിവാര്യമാണ്. ആ ഒരു മരണം എന്ന് പറഞ്ഞാൽ ആദം വരുത്തി വെച്ച പാപത്തിന് ശമ്പളം മരണമാണ്. ആ മരണം ഒരാളിൽ വിധിപ്പിക്കണം. അപ്പോ പാപമുള്ള ഒരാളിനെ കൊല്ലാനൊക്കത്തില്ല, എന്നെ പിടിച്ച് കൊല്ലാനൊക്കത്തില്ല. കാരണം എനിക്ക് ഓൾറെഡി പാപം ഉണ്ട്. ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി ആവത്തുള്ളൂ, എന്നെ ഉയർപ്പിച്ചാൽ എനിക്ക് മാത്രമേ ആവുള്ളൂ, വേറെ ആർക്കും ഗുണമില്ല. കാരണം എൻ്റെ ഒരു പാപം കിടക്കുകയാണ്. മനസ്സിലുണ്ടോ? അപ്പൊ പാപമില്ലാത്തൊരാൾ വരണം എന്നുള്ളത് കൊണ്ടാണ് ദൈവം തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ നമ്മുടെ പാപം നിമിത്തം താഴേക്ക് അയച്ചത്. അതാ യേശുപ്പം നമ്മളെ തേടി താഴേക്ക് വന്നത് അല്ലേ? അതാ ഇസ്ലാം ചോദിക്കുന്നത്, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ യേശു ദൈവമല്ല, ദൈവമായിരുന്നവനാണ്. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കുപ്പായം അഴിച്ചു വച്ചേച്ച് ദാസനായി വേഷത്തിൽ മനുഷ്യനായി എൻ്റെ നിങ്ങളുടെയും പാപം ചുമക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ്. ദൈവമല്ലാത്തോണ്ടല്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവമല്ലാതായതാണ്. തന്റെ വേഷം അഴിച്ചു വെച്ച് നമ്മുടെ പാപം ചുമക്കാൻ വേണ്ടി ക്രിസ്തു താഴേക്ക് ഇറങ്ങി വന്നതാണ്. അത് മറ്റാർക്കും അത് ചെയ്യാൻ പറ്റുകയില്ല. ദൂതന്മാരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുകയില്ല, മറ്റാർക്കും ചെയ്യാൻ പറ്റുകയില്ല. വചനം ജഡമായി തീർന്നാലേ പറ്റത്തുള്ളൂ. ആ ഒരു പോയിന്റിലാണ് ക്രിസ്തു താഴേക്ക് ഇറങ്ങി വരേണ്ടി വന്നത്. അങ്ങനെ ക്രിസ്തു താഴേക്ക് ഇറങ്ങി. എത്ര വേദന പിടിച്ച കാര്യം ആലോചിച്ചു. എന്തിനാ വന്നതെന്നറിയാവോ? മരിക്കാനാ വന്നത്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോ എന്നെ ഒരു സാറ് വിളിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സാറിൻ്റെ കൊച്ചുമകൾ 2.5 വയസ്സുണ്ട്. 2 വയസ്സോ 2.5 വയസ്സോ ഉണ്ട്. കുഞ്ഞ്
ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ജനിച്ച് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഫുഡ് ഇറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫുഡ് ഇറക്കാൻ പറ്റാതെ വന്നപ്പോൾ കഴുത്തിലൂടെ ഇങ്ങനെ മൂക്കിലൂടെ ട്യൂബ് ഇട്ടിട്ട് ട്യൂബിൽ കൂടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ പ്രയാസമുള്ള കാര്യമാണ്. കൊച്ചിൻ്റെ കാര്യം വളരെ പ്രയാസമുള്ള കാര്യമാണ്. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ 2 കൊല്ലത്തോളമായി. 1.5 കൊല്ലം കഴിഞ്ഞു. കൊച്ചിന് 2 വയസ്സോളം ഇപ്പോൾ ആയി. അപ്പോഴത്തേക്ക് കൊച്ചിൻ്റെ അമ്മയ്ക്കൊന്ന് തോന്നി ഇതിനെ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ ഒന്ന് മാറ്റി കാണിക്കണം. കിംസിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവൾക്ക് തോന്നി മറ്റൊരു ഹോസ്പിറ്റലിൽ ഒന്ന് മാറ്റി കാണിക്കണം. അങ്ങനെ ചിത്രയിൽ കൊണ്ടുവന്ന് ഒരു സ്കാൻ ചെയ്യാമെന്ന് അവർക്ക് തോന്നി. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ തലയിൽ ഒരു മുഴ വളർന്നു വരികയാണ്, ഒരു ട്യൂമർ വളർന്നു വരികയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അവർ താല്പര്യപ്പെട്ടു. അങ്ങനെ അവർ കൊച്ചിൻ്റെ തലയോട്ടി തുറന്നപ്പോഴത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേരുകൾ മറ്റ് ഭാഗങ്ങളിലേക്ക് ഓടിപ്പോയി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവരതിൻ്റെ മധ്യഭാഗത്തു നിന്ന് കുറച്ച് ഭാഗം മാത്രം ബയോപ്സിക്ക് വേണ്ടി കട്ട് ചെയ്തെടുത്തു. മനസ്സിലായോ? അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് തിരിച്ചതുപോലെ അടച്ചു വെച്ചു. അപ്പോൾ കൊച്ച് ഇപ്പോൾ അവിടെ വിശ്രമിക്കുകയാണ്. മറ്റെല്ലാവരും പ്രത്യാശയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഞാനതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞു, ഇതിൻ്റെ പ്രതിസന്ധി എന്താണ് എന്നുള്ളതിനെ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കിക്കൊണ്ടിരിക്കുക ഓരോ ശരീരഭാഗങ്ങൾ പ്രവർത്തനം നിലയ്ക്കുകയും കുറേശ്ശെയായി മരിക്കുകയും ചെയ്യും. അതാണ് എൻ്റെ റിസ്ക്. ഞാൻ പറഞ്ഞത് മനസ്സിലാണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അടുത്ത കീമോ ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. കീമോ കൊണ്ടൊന്നും അത് തീരുകയില്ല എന്നുള്ളത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. കർത്താവ് അത്ഭുതം ചെയ്താൽ സംഭവിക്കും, അല്ലാതെ ഒന്നും അതിനകത്ത് സംഭവിക്കാതില്ല. ഒന്നേ നമുക്ക് സംഭവിക്കാനുള്ളൂ, ജീവനോടിരിക്കുന്ന കൊച്ച് ഓരോ ഭാഗമായിട്ട് ഡൗണായി മരിക്കുന്നൊരു അന്തരീക്ഷം വരും. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവരെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒറ്റ കാര്യം മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. ബൈബിളിൽ പറയുന്നൊരു വാക്യമുണ്ട്, മറ്റൊരു വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്, വൃതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങും എന്ന് പറഞ്ഞാൽ ആ കഷ്ടകാലത്തിൻ്റെ ദൈർഘ്യം കുറയാൻ വേണ്ടി മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കൊച്ചിൻ്റെ യാത്രയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതുവരെ വേദനയാണ് ആ കുടുംബത്തിനകത്ത്. അപ്പൻ ആരെയും കാണാൻ പോലും തയ്യാറാകാത്ത വിധം അപ്പൻ വളരെയധികം ടെൻഷനാണ്. ഏതപ്പനാണ് സഹിക്കാൻ പറ്റുക? സ്വന്തം കൊച്ചിൻ്റെ കാര്യം ഏതപ്പനാണ് സഹിക്കാൻ പറ്റുക? ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? രക്ഷിക്കാൻ ആർക്കുമാവില്ല. ഇച്ചിരി സമ്പത്തുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡോക്ടേഴ്സിന് രക്ഷിക്കാൻ പറ്റുമെന്നാണ്. ഡോക്ടേഴ്സ് തലകൊട്ടി തുറന്നു നോക്കിയിട്ട് അതിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് തിരിച്ചതുപോലെ അടച്ചു വെച്ച് കെട്ടിവെച്ചിരിക്കുകയാണ്. ഡോക്ടേഴ്സിന് അത് ചെയ്യാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഇവിടുത്തെ ഒരു ശാസ്ത്രത്തിനും അത് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിനും മാത്രമേ പറ്റൂ. സ്തോത്രം. അത് സംഭവിക്കുന്നത് വരെ, അതർവൈസ് ആ കൊച്ചു യാത്രയാകുന്നത് വരെ ആ അപ്പൻ്റെയും അമ്മയുടെയും ഹൃദയത്തിലെ കനൽ എത്രത്തോളം വലുതാണെന്ന് നമുക്കാർക്കും ഊഹിക്കാൻ കഴിയുന്നതിനും വളരെ അപ്പുറത്താണ്. എൻ്റെ നിങ്ങളുടെയും പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി ദൈവം തൻ്റെ ഏകജാതനെ ഇതുപോലെ കൊല്ലാനേൽപ്പിച്ചു കൊടുത്തു. ആ കുഞ്ഞിൻ്റെ തലച്ചോറിനകത്ത് ബാധിച്ചിരിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ മേൽ നമ്മുടെ എല്ലാവരുടെയും പാപത്തെ ചുമത്തുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ആദ്യത്തെ നിയമത്തിൻ്റെ ലംഘനത്തിൽ നിന്ന് സകല മാനവകുലത്തെയും വീണ്ടെടുക്കാൻ സ്വന്തം ഏകജാതനെ ഏൽപ്പിച്ച കർത്താവ്. ഞാൻ ഈ പറഞ്ഞ സംഭവത്തിൽ അവർക്ക് വേറെ മകളുണ്ട്, എന്നാൽ പോലും താങ്ങാൻ പറ്റില്ല. 10 മക്കളുണ്ടെങ്കിൽ പോലും താങ്ങാൻ പറ്റില്ല. പെട്ടെന്ന് കൊച്ചു മരിച്ചു പോകുന്നത് നമുക്ക് പെട്ടെന്ന് ടെൻഷൻ വന്നിട്ട് നമുക്ക് ഡൗൺ ആവാം. പക്ഷെ അങ്ങനല്ല. കാത്തിരുന്ന് മരണത്തിലേക്ക് എത്തുക, പിന്നീട് ഡൗൺ ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഈസി. എളുപ്പമുള്ള കാര്യം അല്ലത്. അതിൽ കർത്താവിൻ്റെ വലിയൊരു കൃപയില്ലാതെ അത് സഹിക്കാൻ പറ്റത്തില്ല. അത്രയും പ്രയാസമുള്ള. ഞാൻ എന്തിനാ പ്രതിസന്ധിയുടെ ആഴം നിങ്ങളെ ഓർപ്പിച്ചതെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു ക്രൂശിൽ പ്രാണനെ പിടയുമ്പോൾ യഹോവ മുഖം തിരിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. സ്തോത്രം. കർത്താവ് ചോദിക്കുക, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? കൈവിട്ടതല്ല, ഒരു നിമിഷത്തേക്ക് വിട്ടേ പറ്റൂ. കർത്താവിൻ്റെ കയ്യിൽ വെക്കാൻ പറ്റില്ല. മാനവകുലത്തിൻ്റെ മുഴുവൻ പാപത്തിന് വേണ്ടി ക്രിസ്തു ക്രൂശിൽ പിടയുമ്പോൾ പിതാവ് ആ മരണത്തിൻ്റെ വേദന തൻ്റെ നെഞ്ചിലേൽക്കുകയാണ്. ആദ്യ നിയമത്തിൻ്റെ ലംഘനത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് സാധ്യമാക്കാൻ ഒരു മരണം അനിവാര്യമായി വന്നു. ദൈവം തൻ്റെ മാറിലിരുന്ന തൻ്റെ ഏകജാതനെ കൊല്ലാനേൽപ്പിച്ചു. നമ്മൾ അതിൽ കാണുന്നത് ഇടയ്ക്ക് നടന്ന കുറച്ച് അത്ഭുതങ്ങളാണ്. കാനായിലെ കല്യാണ വീട്ടിലെ അത്ഭുതം നോ. കുഷ്ഠരോഗി സൗഖ്യമായതും മരിച്ചവൻ ഉയർത്തതും ഒന്നുമല്ല അത്ഭുതം. എന്നെയും നിങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് തന്റെ ജീവനെ ക്രൂശിൽ വെടിയുന്നതാണ് അത്ഭുതം. നമുക്കെന്തിനാണ് വീഞ്ഞ്? നമുക്കെന്തിനാണ് ഭൗതിക സന്തോഷങ്ങൾ? നമ്മളെ നിത്യ സന്തോഷത്തിൽ എത്തിക്കുവാൻ വേണ്ടി ഒരു മരണം അനിവാര്യമായിരുന്നു. ആ മരണം നടത്താൻ വേണ്ടി, മരണം അനുഭവിക്കാൻ വേണ്ടി, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു. ആ കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് ഹൃദയമുണ്ടാവണം.
ആ കർത്താവ് നമുക്ക് വീട് തന്നില്ലെന്നും പറഞ്ഞ് പരിതപിച്ച് നടക്കല്ല വേണ്ടത്. മുട്ടുവേദന മാറ്റിയില്ലെന്നും പറഞ്ഞ് വിഷമിച്ച് നടക്കല്ല വേണ്ടത്. ഭൗതിക നന്മകൾ തന്നില്ലെന്നും പറഞ്ഞ് കർത്താവിനെ ചീത്ത പറഞ്ഞ് നടക്കല്ല വേണ്ടത്. ക്രിസ്തു എനിക്ക് വേണ്ടി ജീവനെ തന്നു, അതിനേക്കാൾ വലുതൊന്നും തരാനില്ല. കർത്താവിന് വേണ്ടി തിരിച്ചു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവനെ തിരിച്ചു കൊടുക്കണം. കർത്താവ് അതാ എക്സ്പെക്ട് ചെയ്യുന്നത്, ജീവനെ തിരിച്ചു കൊടുക്കണം. കർത്താവ് എന്തിനാ മരിച്ചെന്നറിയാവോ? എനിക്കും നിങ്ങൾക്കും വീട് തരാനും കാറ് തരാനും കല്യാണം കഴിപ്പിക്കാനും മുട്ടുവേദന മാറാനും പല്ലുവേദന മാറാനും ഭൗതികമായ ചിലത് തരാനല്ല. എന്നും നിങ്ങളും തീയിൽ നിന്ന് വീണ്ടെടുത്ത് സ്വർഗരാജ്യത്തിൽ കൊണ്ടെത്തിക്കുവാനാണ് യേശു നമുക്ക് വേണ്ടി മരിച്ചത്. തീയുടെ കാഠിന്യം മനസ്സിലാക്കാനുള്ള കൃപ നമുക്ക് വേണം. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഇൻഹെറിറ്റൻസ്, അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നമുക്ക് ഹൃദയം വേണം. എങ്കിൽ അതിന്റെ ആഴം മനസ്സിലാവുള്ളൂ. എന്താ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നതാണ് ഞാൻ അടുത്ത പോർഷനിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ വാക്യം ഒന്നുകൂടി ഒന്ന് വായിച്ചൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് അടുത്ത ഭാഗത്തേക്ക് ഞാൻ കിടക്കുക. പ്ലീസ് റീഡ് ഓൺസ് മോർ. 15. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട്. അപ്പൊ യേശുവിന്റെ മരണം അങ്ങനെയാണോ ഉണ്ടായത് കേട്ടോ? അല്ലാതെ ഇവിടെ ആൾക്കാർക്ക് വർഷത്തിലൊന്ന് ആഘോഷിക്കാനും കർത്താവിനെ കളിയാക്കാനും ഉള്ളതല്ല യേശുവിന്റെ മരണം, അല്ലേ? ഇപ്പൊ മറ്റന്നാളാവുമ്പോ പട്ടിയല് തുണ്ടു അടിച്ച് തോളി പിടിച്ചോണ്ട് റോഡെ കരഞ്ഞോണ്ട് കിടക്കും, അതിനുള്ളതല്ല. സ്വത്രം കണ്ണിന്റെ പോളയിൽ കരഞ്ഞു തീർക്കാനുള്ളതല്ല യേശു ക്രിസ്തുവിന്റെ കഷ്ടത. പൗലോസ് പറയുന്നു, എനിക്ക് അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയണം. ആ ആഗ്രഹം എനിക്ക് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ആ കുരിശിന്റെ ഭാരം ഒരല്പം നമ്മുടെ ചുമലിൽ വെച്ച് തരും. അത്ര എളുപ്പമല്ല അത് സഹിക്കാൻ. അല്പച്ച നമ്മുടെ ചുമലിൽ കർത്താവ് വെച്ച് തരും. അതിന്റെ ടേസ്റ്റ് നമുക്കറിയാൻ. ഇത് ചുമക്കാതെ നമുക്കവിടെ ചെല്ലാൻ ഒക്കില്ല സുഹൃത്തുക്കളെ, ഇത് ചുമക്കാതെ നമുക്കവിടെ ചെല്ലാൻ ഒക്കത്തില്ല. എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സ്വന്തം ജീവനെ അടക്കം ത്യജിക്കാത്തൊരുത്തന് ഈ ക്രൂശ് തോളിലെടുക്കാൻ പറ്റത്തില്ല. ഈ ക്രൂശിന്റെ ഭാരം ഒരല്പം പോലും ചുമ്മാൻ പറ്റത്തില്ല. നമ്മൾ കർത്താവിന്റെ പിറകെ നടക്കുന്ന ഈ ഭൗതികതകളൊക്കെ കിട്ടാൻ വേണ്ടിയാ കർത്താവ് പറയും, ഇതെല്ലാം വിട്ടേച്ചു വാ, അല്ലെങ്കിൽ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തു നമ്മളെ തേടി വന്നത് നിസ്സാരമായി കണക്കാക്കരുത്. നമ്മൾ വലിയ ചർച്ച നടക്കുക, ആഭരണം ഇടുന്നത് ശരിയാണോ തെറ്റാണോ, കൂട്ടക്സ് ഇടുന്നത് ശരിയാണോ തെറ്റാണോ. നിങ്ങൾ കൂട്ടക്സ് ഇട്ടോളൂ, ആഭരണം ഇട്ടോളൂ, അല്ലേ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ. വചനം പറയുന്നത് നിന്റെ കണ്ണ് തടർച്ചയാണെങ്കിൽ കണ്ണിനെ ചൂഴ്ന്നു കളയാനാണ്. കണ്ണ് ചൂഴ്ന്നു കളഞ്ഞിട്ട് പീലി വരച്ച് നടക്കൂ, കുഴപ്പമില്ല, അല്ലേ? നിന്റെ കൈ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വെട്ടിക്കളയാനാ പറയും. അപ്പം നിങ്ങൾ പറയും ബുദ്ധിമുട്ടില്ല എന്ന് പറയും, അല്ലേ? സ്വർഗരാജ്യത്തിൽ പോകാൻ കൈ ബുദ്ധിമുട്ടാണെങ്കിൽ വെട്ടിക്കളഞ്ഞേക്കാനാ പറഞ്ഞേ. 2 കൈ ഉള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റ കൈ ഉള്ളവനായി സ്വർഗത്തിൽ പോകുന്നത് നല്ലതെന്നാ പറയുന്നത്. ചിലർക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ വാദിക്കുന്ന കേട്ടോ, സ്വർണ്ണത്തെക്കുറിച്ചൊക്കെ വാദിച്ച് വളരെ ഗൗരവമായിട്ട് വാദിക്കുന്ന കേട്ടോ. അതൊന്നും ഉപദേശമല്ല എന്ന്. ഇവരെവിടെന്നാണ് ഇത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സ്വത്രം ഞാനത് വരും ദിവസങ്ങളിൽ വീഡിയോ ഇടാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പം ഞാൻ പ്രസംഗിക്കുന്നില്ല, വീഡിയോ ഇടാം. കാരണം ഇപ്പോൾ പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് മനപ്രയാസം വരും. എൻ്റെ ടോപ്പിക് മറ്റൊരു ദിശയിലേക്ക് എനിക്ക് പോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോവുകയാണ്, അല്ലേ? ഞാൻ യൂട്യൂബിൽ കയറി നിങ്ങൾ ജോബി ഹാലിൽ അടിച്ചു നോക്കിയാൽ മതി, ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. രാഷ്ട്രീയമൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല. രാഷ്ട്രീയം, സത്യഭാമ ഒക്കെ വരും, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല, അല്ലേ? നിങ്ങൾ തികഞ്ഞ ആത്മീകരാണെങ്കിൽ വചനം മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട. സ്വത്രം ഞാനിങ്ങനെ അത്യാവശ്യം വരുന്ന എല്ലാ സാധനവും എടുത്തിടാറുണ്ട്, അതിൻ്റെ സൗകര്യം പോലെ. സ്വത്രം നിങ്ങളത് കണ്ടു നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിനകത്തൊന്ന് ലഭ്യമാകും. ഞാൻ ഈ പോയിന്റ് പിന്നീട് ഞാൻ സംസാരിക്കാൻ വേണ്ടി ഇരിക്കുക, ഞാനിപ്പോൾ തൊടാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് തൊടാത്തത്. ദൈവമക്കളെ, അക്കരെ ചെന്നെത്താൻ നമ്മൾ ഇച്ചിരി ഉപദേശം കുറഞ്ഞ സഭയൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ചെന്നെത്തണമെങ്കിൽ വില കൊടുത്തേ പറ്റൂ. ഞാൻ പറഞ്ഞത് മനസ്സിലുന്നുണ്ടോ? അത് ഗൗരവമുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീട് മാറി, പുതിയ വീട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്, 2 വർഷമായിട്ട്. അപ്പോൾ ആധാർ കാർഡിൽ ഞങ്ങളുടെയൊക്കെ പേര് മാറ്റണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം റേഷൻ കാർഡിൻ്റെ പേര് മാറ്റി, എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് മാറ്റി. അഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം ആധാർ മാറ്റാൻ വേണ്ടി കൊണ്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഞങ്ങൾ ഒരുമിച്ച് കൊടുത്തു മാറ്റാൻ വേണ്ടി. അപ്പോൾ എൻ്റെത് മാറി വന്നു, വൈഫിൻ്റെത് മാറി വന്നില്ല. അപ്പോൾ ഇതെന്താണെന്നൊരു പിടിയില്ല. പിന്നീട് നമ്മളിങ്ങനെ തപ്പിപ്പറക്കി നോക്കിയപ്പോഴാണ് അവളുടെ പേരിനാണ് കാർഡ്, പക്ഷേ അവളുടെ പേരിൽ ഒരു ഇനിഷ്യൽ കുറവുണ്ട്. അവളുടെ ഇനിഷ്യൽ അതിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് അവർ റിജക്റ്റ് ചെയ്തു. എൻ്റെ പേര് മാത്രമേ അതിനകത്ത് നോക്കിയിട്ടുണ്ടാവൂ. എനിക്ക് താഴെയുള്ള പേരാണ്, എൻ്റെ പേരെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഓക്കെ ആയി വന്നു. അവളുടേത് റിജക്റ്റ് ചെയ്തു. ഒറ്റ ഒരു സ്പെല്ലിൻ്റെ കുഴപ്പമാണ്. ഇപ്പോൾ അതിനെ കൊണ്ട് കൊടുത്ത് അതിനെ ഓക്കെ ആക്കി തിരുത്തി, എന്നിട്ട് ഇതാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ? ഒരക്ഷരത്തിൻ്റെ പെശക് വന്നത് ഇവിടുത്തെ ഗവൺമെൻറ് പോലും അപ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു 4-5 അക്ഷരമില്ലാതിരിക്കുന്ന നമ്മുടെ ഗതി ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞ വല്ലതും മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? യെസ്,
പഞ്ചായത്ത് ഓഫീസിലേക്ക് ചെന്ന് നമ്മൾ എഴുതി കൊടുക്കുന്നതൊന്നുമല്ല അവർ അടിച്ചു തരുന്നത്. അവർ ഈ എഴുത്തുമായനെ അറിയാവുന്നവരാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവരെന്തെങ്കിലും തെക്കും വടക്കൊക്കെയാണ് അടിച്ചു തരുന്നത്. പിന്നെ അത് തിരുത്താൻ കൊണ്ട് അടക്കലൊരു മെനക്കെട്ട പണിയാണ്. അത് ആദ്യ റൗണ്ടിലെ നമ്മൾ നോക്കിയില്ലെങ്കിൽ പ്രശ്നമാണ് അല്ലേ. ഇപ്പം നോക്കിയപ്പോൾ എൻ്റെ റെസിഡൻസ് സർട്ടിഫിക്കറ്റിൽ എന്തൊക്കെയോ അടിച്ചു വെച്ചിരിക്കുകയാണ്. അതിന് അവിടെ ഇരിക്കുന്ന അവർ, ഞാൻ പറഞ്ഞില്ല, ഇത് പാർട്ടി വഴിയൊക്കെ കയറി വരുന്നതാണ്. എല്ലാ അക്ഷരങ്ങളും പരിചയം കാണില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. ചിലർക്ക് അയ്യെ പരിചയം കാണും, ചിലർക്ക് എമ്മ പരിചയം കാണില്ല. ഇങ്ങനെ പല അക്ഷരങ്ങളിലും പരിചയങ്ങൾ വ്യത്യാസം ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ അടിച്ചു പറക്കി തരും. അപ്പോൾ നമ്മൾ അപ്പോഴെടുത്ത് നോക്കിയാൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ തിരുത്താൻ നടക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം തിരുത്തി പറക്കി എടുത്ത് കൃത്യമായിട്ട് വച്ചില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് അറിയാമോ? എപ്പോഴെങ്കിലും ഒരു പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ ഇതെല്ലാം പ്രശ്നമാവും. മനസ്സിലായോ? അതേ അഡ്രസ്സ് എനിക്ക് ചേഞ്ച് ചെയ്യണമായിരുന്നു എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ എഴുതി കൊടുത്തു. എനിക്ക് അഡ്രസ്സ് പാസ്പോർട്ടിൽ ചേഞ്ച് ചെയ്യണമെന്ന് എഴുതി കൊടുത്തു. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് നേരത്തെ ഞാൻ മറ്റൊരു രാജ്യത്തായിരുന്നപ്പോൾ അതിനെ പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ട് മെഷീനിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറിയൊരു ചുളിവൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡാമേജ് എഴുതാതെ ഞാൻ അഡ്രസ്സ് മാത്രം എഴുതി വിട്ടു, അഡ്രസ്സ് ചേഞ്ചിങ് മാത്രം എഴുതി വിട്ടു. പേപ്പർ അകത്ത് ചെന്നോടെ അവർ ആദ്യം എടുത്തിട്ട് ഡാമേജാണ് പറഞ്ഞത്. എക്സ്ട്രാ അതിൻ്റെ പൈസ അടപ്പിച്ചു. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഒരു ചുളുക്കമുള്ളത് വലിയ ചുളുക്കമായിട്ട് ഞാൻ കണ്ടില്ല. അവരാദ്യം പിടിച്ചത് ചുളുക്കമാണ്. ഇവിടെ നാട്ടിലെ പാസ്പോർട്ട് ഓഫീസുകാരന് ഇത്രയും ക്ലിയർ ആണെങ്കിൽ മൊത്തം നമ്മൾ കറയും ചുളുക്കമായിട്ട് അവിടെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇരച്ചോണ്ട് നിൽക്കുകയാണ് നമ്മൾ. ഞാൻ പറഞ്ഞ വല്ലോ മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ കഥ പറയുന്നത്. സ്തോത്രം. നമ്മളെല്ലാം നമ്മളെപ്പോലെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ് നമ്മുടെ കർത്താവെന്നും വെച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. കർത്താവ് അത്ര സൂക്ഷിച്ചു നോക്കിയപ്പോൾ എത്ര പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് നമ്മളെ ചിന്ത. വളരെ കുറച്ചാണെങ്കിലും ഒരുപാട് ദൂരം അങ്ങ് തരിശായിട്ട് വവ്വാല് കിടന്നാലും കർത്താവ് നമ്മളെ കയറ്റൂല. ഞാൻ പറയുന്ന വല്ലതും മനസ്സിലാകുന്നുണ്ടോ? മനപ്രയാസം തോന്നരുത് നിങ്ങൾക്ക്. നമ്മൾ വിചാരിക്കും അവിടെ ഒരുപാട് സ്ഥലം ചുമ്മാ അടക്കുന്നുണ്ട്, എന്നാൽ പിന്നെ കയറിക്കോളെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയൊന്നും കർത്താവ് എടുക്കുകയില്ല. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കരുത്. ഈ തിരുവെഴുത്ത് ശരിക്കിരുന്ന് ആഴത്തിൽ വായിച്ച് മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ കയറാൻ അവസരം കൊടുത്തിരുന്നിടത്തെടുത്ത് ഏതവനും ഏത് നേരത്തും കയറാൻ വഴി തുറന്നു എന്തിനാണെന്ന് അറിയാമോ? അഭ്യാസം കാണിക്കാനല്ല, എങ്ങനെയും നമ്മളെ കംപ്ലീറ്റ് എണ്ണത്തിനെയും വിശുദ്ധീകരിച്ച് അക്കരെ കൊണ്ടുവരാൻ വേണ്ടിയാ. എന്നിട്ടും കയറാത്തവനെ കർത്താവ് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കരുത്. കർത്താവ് നീതിമാനാകയാൽ കർത്താവിൽ നിന്ന് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് എന്ന് ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. സ്തോത്രം. താഴ്ത്തു വായിക്ക്. നിത്യാവകാശത്തിന്റെ ഒന്ന്, യേശു എന്തിനു വേണ്ടിയാ മരിച്ചത്? നമ്പർ 1, നിത്യാവകാശം തരാൻ വേണ്ടി. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന അവകാശം, ഇപ്പൊ നമ്മുടെ അടുത്ത് വേണ്ട ആൾക്കാരെ വോട്ട് തരൂ എന്നെ വീടിന്റെ വടക്കേപ്പുറത്തൂടെ നടക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? 5 കൊല്ലത്തേക്ക് അവർക്ക് അടിച്ചു മാറ്റാൻ അവകാശം കൊടുക്കാൻ. എന്താ കാര്യം? നമ്മളിലാണ് സംഭവിക്കുന്നത്. നമുക്കാണെങ്കിൽ ഇത് അറിഞ്ഞുകൂടാ. കസ്തൂരിമാനെ പോലെയാണ് നമ്മൾ. ഇവരെന്തിനാണ് നമ്മളെ തൊഴുന്നതെന്ന് നമുക്കറിയത്തില്ല. വാസ്തവത്തിൽ നമ്മളെ തൊഴുതാലേ 5 കൊല്ലത്തേക്ക് ഇവർക്ക് കയറാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മിഷനിൽ എന്തെങ്കിലും പരിപാടി ചെയ്യണം. സ്തോത്രം. നമുക്കാണെങ്കിൽ തെക്ക് വടക്കും അറിഞ്ഞൂടാ അല്ലേ. ഞാൻ എൻ്റെ വണ്ടിയിൽ ഓട്ടിടാൻ വരുന്നവരടുത്ത് പോലും എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരടുത്ത് പോലും ഞാൻ പറയാറില്ല ഇന്ന ആളിന് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. എനിക്കിത് വിഷയമേ അല്ല, ആരോടും പറയാറില്ല അല്ലേ. സമയം കിട്ടിയാലേ ഞാൻ പോകാറുള്ളൂ. പോകണം, ഒരു രസമാണ്. 5-6 ദിവസം വരെ ഇങ്ങനെ നമുക്ക് കൂട്ടക്സൊക്കെ വരച്ച് നടക്കാമല്ലോ. നമ്മളൊരു പൗരനാണെന്നൊക്കെ ആൾക്കാർ അറിയട്ടെ. വേറെ കഥയൊന്നുമില്ല ഇതിനകത്ത്. സ്വതന്ത്രം. പക്ഷേ നമ്മൾ അവർക്ക് 5 കൊല്ലത്തേക്ക് അവകാശം കൊടുക്കാനാ അവർ നമ്മളെ സോപ്പിട്ടുകൊണ്ട് നടക്കുന്നേ അല്ലേ. ആരോടും അവർ പിണങ്ങത്തില്ല. ഇപ്പൊ നിങ്ങൾ ഉദ്ഘാടനം നടത്താൻ വിളിച്ചു നോക്കിയേ, ആര് വേണമെങ്കിലും വരും. പാർട്ടി വ്യത്യാസമില്ല, കളർ വ്യത്യാസമില്ല, ഒന്നും വ്യത്യാസമില്ല. ആര് വേണമെങ്കിലും ഉദ്ഘാടനത്തിന് വരും, സ്റ്റേജിൽ ഇരുന്ന് തരാൻ വരും, എത്തിനോടെ വരും. സ്നേഹം കൊണ്ടല്ല, എങ്ങനെയും നമ്മളെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ്. നമുക്കിതിൻ്റെ വില വലുതായിട്ട് അറിഞ്ഞൂടാ അല്ലേ. നമ്മളാണ് ഇവിടെ എന്താ പറയുക അധികാരി എന്ന് പറയുന്നത്. നമ്മൾ ഇവരെ ജോലിക്ക് വിടുന്നതാണ് 5 കൊല്ലത്തേക്ക്. പക്ഷേ അവർ നമ്മളെ മേഘിയാണ്. അത് അവിടെ കൂടെ പോട്ടെ, സമയമില്ലാത്തതുകൊണ്ട്. സ്തോത്രം. തിരിച്ചു വരാം. ശ്രദ്ധിക്കുക, 5 കൊല്ലത്തേക്കാണ് അവർക്ക് അവകാശം. നമുക്ക് ഈ ഭൂമിയിൽ എത്ര കാലം അവകാശമുണ്ട്? എനിക്ക് വസ്തുക്കളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയത് എൻ്റെ 25-ാമത്തെ വയസ്സിലാണ്, കല്യാണ സമയത്താണ്. എൻ്റെ വസ്തുക്കളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടി. 50 വയസ്സിന് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് സാധനം പോകും. അപ്പോൾ എനിക്ക് എത്ര കാലം അവകാശം? 25 കൊല്ലം അവകാശം. ആ 25 കൊല്ലം മാതാപിതാക്കൾക്ക് അവകാശം എൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എവിടെ അവകാശം? നോ അവകാശം. ഞാൻ പറഞ്ഞ കിട്ടിയോ? അപ്പൊ ഞാൻ കാശിയാറിനാണ്, സ്ഥലമുണ്ട്, വീടുണ്ട്, ഒന്നും ചെയ്യാക്കൂല. ഇതിന്റെ പുറത്ത് ആ അപ്പൻ്റെ അമ്മയുടെ അധികാരം ഇരിപ്പുണ്ട്. അവര് പോകുമ്പം മിക്കവാറും അവര് പോകുന്നതിന് മുമ്പ് പിള്ളേർക്ക് എഴുതി കൊടുക്കേണ്ടി വരും. അപ്പൊ എനിക്ക് എവിടെ അവകാശം?
ഒരവകാശവും ഇല്ല. പിന്നെ നമ്മൾ ചുമ്മാ ജാടയ്ക്ക് നടക്കുന്നതേ ഉള്ളൂ അല്ലേ? അപ്പുറത്തെ ആളിലേക്ക് നമുക്ക് ഓടിക്കാം. ആരെവിടെ കൊതുമ്പെടുക്കാൻ വരുന്നോ? ഇതെന്റെ സ്ഥലമാണ്. പൂച്ച എവിടെ ഇറങ്ങാൻ ആര് പറഞ്ഞു? അല്ലേ? ചുമ്മാ ഇങ്ങനെയൊക്കെ നമുക്ക് വേല കാണിക്കാനേ പറ്റൂ, വേറെ കാര്യമൊന്നുമില്ല. ഇതിൻ്റെ മേൽ നമുക്ക് അവകാശമില്ല. കറക്റ്റായിട്ട് ടാക്സ് അടയ്ക്കാതിരുന്ന് നോക്കി, അപ്പം മനസ്സിലാവും നമുക്ക് എന്ത് അവകാശം ഉണ്ടെന്ന്. ഒരവകാശവും ഇല്ല. അവകാശം ഉള്ളതുപോലെ തോന്നുന്നതാണ്. യേശുപ്പൻ നമുക്ക് തരുന്നത് ഇതുപോലെ 10 സെന്റിന് ഒരവകാശം ഇല്ലാതെ ടാക്സ് അടയ്ക്കാനുള്ള അവകാശമല്ല നമുക്ക് തരുന്നത്, നിത്യാവകാശം. ഓ, എത്ര വലുതെന്ന് നോക്കി. നമുക്ക് ഭൂമിയുടെ മേലിൽ അവകാശം ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയണം. ചില വഴിയിലൊക്കെ നടക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. വണ്ടി കൊണ്ട് വെച്ച് അടുത്ത വീട്ടുകാരെ ചീത്ത വിളിക്കും അല്ലേ? അതെ, വയസ്സായവർക്കൊക്കെ വീടിനകത്ത് കിടക്കാനുള്ള അവകാശമേ ഉള്ളൂ, വേറെ വർത്താനം പറയാൻ ഒക്കൂല. അതുകൊണ്ട് ഫുൾ അവകാശം വെച്ചോളണം. തുപ്പാനും അല്ലേ, അതിനോട് ചേർത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും, അത് എവിടെയും ചെയ്യാനുള്ള അധികാരം. അല്ലെങ്കിൽ പിള്ളേർക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ പറയും, ഇവിടെ തുപ്പാൻ ആര് പറഞ്ഞു? നമ്മളാണ് പൈസ കിട്ടത്, അവിടെ തുപ്പാൻ സമ്മതിക്കാല. അതുകൊണ്ട് നമുക്ക് തുപ്പണം എന്നുള്ളടത്ത് തുപ്പാനും എല്ലാ കാര്യങ്ങളല്ലേ. ഇവിടെ എവിടെയാണ് എന്ത് ചെയ്യണം എന്നുള്ളത് സൗകര്യം അപ്പോഴത്തെ സൗകര്യം പോലെ. വയസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചാൽ നിന്നില്ലെന്ന് വരും അല്ലേ? സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ ചിലപ്പോൾ പോയെന്ന് വരും, ചിലപ്പോൾ മുറ്റത്ത് നിൽക്കുമ്പോൾ പോയെന്ന് വരും. അപ്പോൾ പിള്ളേർ ഇവിടെ ആര് പറഞ്ഞു? അത് ചോദിക്കാനുള്ള അവകാശം ഇല്ല. നമുക്ക് നിത്യാവകാശം വച്ചിരിക്കണം ചാവുന്നത് വരെ. ചിലരിങ്ങനെ നോക്കുകയാണ്, അന്തം ഒന്നും വേണ്ട, പ്രമാണത്തിൽ ഇതെല്ലാം വച്ചോണം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്. എനിക്ക് യൂസേജ് ഇങ്ങനെ വരുന്നുണ്ട്, ഞാൻ മിണ്ടാതെ നിൽക്കുന്നതാണ്. സ്വതന്ത്രം കൃത്യമായിട്ട് നിങ്ങൾ വെച്ചോണം. എവിടെ എനിക്ക് തുപ്പാനും എവിടെ ഇരിക്കാനും അല്ലേ, ഈ എല്ലാത്തിനുള്ള അധികാരം എനിക്കുണ്ടെന്ന് പ്രമാണത്തിൽ അങ്ങ് ചേർത്ത് എഴുതി വെച്ചോണം. എൻ്റെ മരണശേഷം എല്ലാവർക്കും എടുത്തോളാം. അല്ലെങ്കിൽ തള്ളി കട്ടിൽ പോലും അങ്ങ് ചേർത്ത് വെച്ച് കളയും. അടുക്കളയിലെ പാത്രമൊക്കെ എടുത്ത് മാറ്റിക്കളയും, വേറെ പാത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇതിനെ തള്ളി അങ്ങ് മാറ്റിക്കളയും. അലമാരയിലെ സ്ഥലം തരൂല. സ്വതന്ത്രം ഒരു ആൻറ്റി ഇരുന്ന് നോക്കുകയാണ്, അവൾ മോള് വന്നെങ്കിൽ കേൾക്കാമായിരുന്നു. റെക്കോർഡിംഗ് ഉണ്ട് ആൻറ്റി, അത് നമുക്ക് കേൾപ്പിക്കാം. സ്തോത്രം. നമുക്കാർക്കും ഇവിടെ ഒരു അവകാശം ഇല്ല. ചുമ്മാ ഇവിടെ കിടന്ന് ജാട കാണിക്കുന്നേ ഉള്ളൂ, ഒരവകാശവും ഇല്ല. നമ്മളെ യേശുപ്പൻ നമുക്ക് വേണ്ടി മരിച്ചത് നിത്യാവകാശം തരാനാ. പ്രൈസ് ദി ലോർഡ്. നമ്പർ 2, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. 7 എണ്ണം കേട്ടോണം, കണ്ണടച്ച് തുറക്കുമ്പോൾ പറയും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. പെട്ടെന്ന് വായിച്ചു. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം. അത്ര സന്തോഷം നോക്കിയേ. യേശുപ്പ പരിചയത്തിനാ എനിക്കും നിങ്ങൾക്കും വിശുദ്ധന്മാർക്കുള്ള അവകാശം തരാൻ. നമുക്ക് വാസ്തവത്തിൽ വിശുദ്ധന്മാർക്കുള്ള അവകാശം അല്ല കിട്ടേണ്ടത്. നമ്മൾ ഇരുട്ടിന്റെ മക്കളായിരുന്നവരാ അല്ലേ? സത്യമാവ പറയും പോലെ ഇരുട്ട് കറുപ്പന്മാരാ നമ്മള്. നമുക്ക് കിട്ടാനിരുന്ന അവകാശം നിത്യ നരകമാ. യേശുപ്പൻ ക്രൂശിൽ മരിച്ചത് കാരണം നമുക്ക് ലഭ്യമായ അവകാശം വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം അല്ലേ? അപ്പൊ 1 നിത്യാവകാശം, 2 വെളിച്ചത്തിലുള്ള അവകാശം, 3 റോമർ 8:14 വായിക്ക്. റോമർ 8:14. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകും. മക്കൾ എന്ന അവകാശം കണ്ടോ? മക്കൾ എന്ന അവകാശം കണ്ടോ? തോട്ടത്തിൽ നിന്ന് ആദ്യ നിയമം ലംഘിച്ച നമ്മൾ തോട്ടത്തിന് പുറത്തായി പോയതാണ്. ഏക മധ്യസ്ഥനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ ദൈവമക്കൾ എന്ന അവകാശം തിരിച്ചു കിട്ടിയിരിക്കുന്നു. കണ്ടോ? അപ്പൊ മക്കളെന്ന അവകാശം വേറെ ഒരിടത്തും കിട്ടത്തില്ല കേട്ടോ, വേറെ ഒരിടത്തും കിട്ടത്തില്ല. മക്കൾക്കാണ് സകല അവകാശവും. മക്കൾ എന്ന അവകാശം ക്രിസ്തു നമുക്ക് തരിക. ഓക്കെ, ഇനി എന്റെ 17-ാം വാക്യം വായിക്കേ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. അത്ര മനോഹരം നോക്കിയേ. അപ്പൊ നമ്മൾ മക്കളെങ്കിലോ അവകാശികൾ. എങ്ങനെ അവകാശം വായിക്കേ? ദൈവത്തിന്റെ അവകാശികളും. അപ്പൊ 1 നമ്മുടെ അപ്പന്റെ അവകാശം. അപ്പൊ ഞാൻ ഇപ്പൊ പറയുന്നത് 4-ാമത്തെ പോയിന്റാണ്, ദൈവത്തിന്റെ അവകാശി. നമ്പർ 1 നിത്യാവകാശം, നമ്പർ 2 വിശുദ്ധന്മാർക്കുള്ള അവകാശം, നമ്പർ 3 മക്കളെന്ന അവകാശം, നമ്പർ 4 ദൈവത്തിന്റെ അവകാശം. ഇതെല്ലാം യേശുപ്പൻ തന്നതാട്ടോ, വേറെ റോഡിൽ ഒരിടത്തും കിട്ടത്തില്ല. അതാണ് പിശാചിന്റെ ആൾക്കാർ നമ്മുടെ അടുത്ത് പറയുന്നത്, യേശുവിനെ വിശ്വസിക്കല്ലേ, അവന്മാരെ പുറകെ നടക്കല്ലേ, കാരണം ഇന്ന സാധനം എല്ലാം നിങ്ങൾക്ക് കിട്ടും, ഇല്ലെങ്കിൽ നരകമെന്ന അവകാശം. ക്രിസ്തുവിന്റെ കൂട്ടവകാശം. അടുത്തത് 5-ാമത്തത് ക്രിസ്തുവിന്റെ കൂട്ടവകാശം. കണ്ടോ? ക്രിസ്തുവിന്റെ കൂട്ടവകാശം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്ന ആലോചിച്ച് നോക്കിയേ.
അവൻ സർവ്വ സൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറഞ്ഞ് താഴോട്ട് പറഞ്ഞിട്ട് പറയുകയാണ് സകലത്തിൻ്റെ അവകാശിയാണ് കർത്താവ്. അതിൻ്റെ കൂട്ടവകാശം നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ. 4 സെൻറ്റിൻ്റെ കൂട്ടവകാശം എന്ന് പറയുമ്പോഴേ നമുക്കൊരു വെയിറ്റാണ് ഇല്ലേ? വെറും 4 സെൻറ്റിൻ്റെ കൂട്ടവകാശം നമുക്ക് ഭാര്യയോടുകൂടെ ഭർത്താവിനോട് ഉണ്ടെന്ന് പറയുമ്പോഴേ പണ്ടൊക്കെ അങ്ങനെ ഭാര്യമാർക്ക് പേര് എന്താ പറയുക, അവരുടെ സ്വത്ത് എഴുതി കൊടുക്കുമ്പോൾ ചെറുക്കൻ്റെ പേരൂടെ വയ്ക്കണം. ഇപ്പോൾ വയ്ക്കാറില്ല, കാരണം വലിയ നീളം പോകാത്തതുകൊണ്ടാണ് വയ്ക്കാത്തത്. 2-3 കഴിയുമ്പോൾ ഡിവോഴ്സ് ചെയ്ത് കളയാൻ വേണ്ടി ഇവനെ ഇതിലൊന്ന് വലിച്ചിറക്കാനാണ് പാട് അല്ലേ? പണ്ട് നമ്മുടെയൊക്കെ കാലത്ത് ഫസ്റ്റിൽ നമ്മളെ പേര് വയ്ക്കും, 2ാം പ്രതിയാണ് ഭാര്യയുടെ പേര് വയ്ക്കുന്നത്. അങ്ങനെ എനിക്ക് കിട്ടിയ സ്ഥലത്തെല്ലാം അങ്ങനെ 1ാം പ്രതി ഞാനാണ്, 2ാം പ്രതി ഭാര്യ. നമ്മൾ വാസ്തവത്തിൽ അവളുടെ അപ്പൻ്റെ അമ്മയുടെ സ്ഥലമാണ്. അങ്ങനെ നമുക്ക് പേര് വന്നു. ഈ അടുത്ത വല്ലതുമാണ് കെട്ടിയിരുന്നെങ്കിൽ നമ്മളെ പേര് വെക്കുകയല്ല. അതുകൊണ്ട് ഭാഗ്യത്തിന് നമ്മൾ അന്ന് കെട്ടിയത് നല്ലതായി. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ അല്ലേ? അപ്പൊ നമുക്കത് കൂട്ടവകാശി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ഈക്വൽ പവർ പോലെ, കാരണം നമ്മുടെ ഒപ്പിനും അവകാശമുണ്ട് അല്ലേ? നമുക്ക് ഈക്വൽ പവറാണ്. അതൊരു വലിയ കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ക്രിസ്തുവിന്റെ കൂട്ടവകാശി എന്ന് പറഞ്ഞാൽ എത്ര വലുതാണെന്ന് നോക്കിയേ. അതാ കർത്താവ് നമുക്ക് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നേ. നമ്മൾ ഇവിടുത്തെ നിസാര കാര്യത്തിന് വേണ്ടി ആ വലിയ അവകാശം തള്ളിക്കളയരുത്. സ്വത്രം. എല്ലാവരും ഒരുമാതിരി ക്ഷീണിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. പെട്ടെന്ന് അവസാനിപ്പിക്കാം. സ്വത്രം. ഇനി താട്ട് വായിക്ക്. നാം അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോട് കൂടെ തേജസ്കരിക്കപ്പെടും. തേജസ്സിലെ അവകാശം ഉണ്ടാ നോക്കുന്നുണ്ടോ? അപ്പോൾ എന്തിന്റെ അവകാശം? ഏതാണോ എന്തല്ലേ? നിത്യാവകാശം. 2 വിശുദ്ധന്മാർക്കുള്ള അവകാശം. 3 മക്കളെന്ന അവകാശം. 4 ദൈവത്തിന്റെ അവകാശം. 5 ക്രിസ്തുവിന്റെ കൂട്ടവകാശം. 6 തേജസ്സിന്റെ അവകാശം. 7 വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യം. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് കർത്താവിന്റെ സിംഹാസനം ഷെയർ ചെയ്യുന്ന അവകാശം. പ്രൈസ് ദി ലോർഡ്. മോഡി ജയിച്ച് മേളിൽ വന്നാൽ കൂടെ ഇരിക്കാൻ ആർക്കെങ്കിലും അവകാശം കൊടുക്കുമോ? ഇല്ല. എന്താ കാര്യം? അടുത്ത കസേര അമിത്ഷായ്ക്ക് അടുത്ത കസേര കൊടുക്കും അല്ലേ? ചിലപ്പോൾ ഇനി യോഗിയൊക്കെ വരുമായിരിക്കും. ഏത് യോഗി വന്നാലും അടുത്ത് വേറെ കസേര ഇട്ട് കൊടുക്കും. മൂപ്പരുടെ കസേരയിൽ ആരെയും ഇരുത്തുകയല്ല. എന്താ കാര്യം? ഇരുത്താൻ പറ്റത്തില്ല. കണ്ടോ? ഇവിടെ കർത്താവായ യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവിന്റെ സിംഹാസനമാണ് വാക്ക് പറഞ്ഞിരിക്കുന്നത്. ഇത്ര മഹത്വം ദൈവം നമുക്ക് വേണ്ടി വാക്ക് പറഞ്ഞിട്ട് പുറജാതികളായി കിടന്നിരുന്ന എന്നെയും നിങ്ങളെയും ഇത്രയും അവകാശം കൊണ്ട് നിറയ്ക്കാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അല്ലാതെ മുട്ടുവേദന മാറ്റാൻ വന്നതല്ല. ഈ കൊച്ചു കാര്യമൊന്നും എടുത്തിട്ട് നിങ്ങൾ പിടിക്കരുത്. വേദന മാറുന്നെങ്കിൽ മാറട്ടെ, ഇല്ലെങ്കിലും യഹോവ എൻ്റെ ഇടയനാവുന്ന മുട്ടയെ കാണൂലെന്നാ പറയുന്നേ. ഇതെല്ലാം പോവും ദൈവമക്കളെ. താമസിയാതെ ശരീരമൊക്കെ അങ്ങ് പോവും കേട്ടോ. പഞ്ചസാരയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ മരണപര്യന്തമാണത്. അത് ചാവുന്നത് വരെയാ. മനസ്സിലാണ്ടോ? ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖവും ചാവുന്നതോട് കൂടിയേ തീരത്തുള്ളൂ. പിന്നെ ഡോക്ടർ വെറുതെ മരുന്ന് തരുന്നതാണ്. മരുന്നും വിൽക്കണമല്ലോ. സോദരൻ, നമ്മൾ വിചാരിക്കും ഇപ്പം ശരിയാവുന്നു, ഒന്നും ശരിയാവില്ല, ഇതെല്ലാം ചാവുന്നത് വരെ. ശരീരം ഉള്ളിടത്തോളം രോഗങ്ങളൊക്കെ കാണും. ബേജാറാവുക ഒന്നും വേണ്ട, പെട്ടി മടക്കുക, പോകാൻ തയ്യാറാവുക. നമുക്ക് വേണ്ടി കർത്താവ് ഒരു വലിയ അവകാശം ഒരുക്കി വെച്ചിരിക്കുന്നു. സന്തോഷമുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നേരെ നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് വന്ന് 2 വാക്യോട് വായിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കാം. എബ്രായ ലേഖനത്തിലേക്ക് മടങ്ങി വരൂ. നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർ മൊത്തം വായിക്കണ്ട. 9:22 തൊട്ട് വായിക്കുക. 9 ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല. ഇത് നിയമമാണ്. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ, വളരെ ശ്രദ്ധിക്കണം, സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബമായി ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. കണ്ടോ? അപ്പൊ സ്വർഗത്തിലുള്ളതിന്റെ പ്രതിബിംബമാണ് ഭൂമിയിൽ ഉണ്ടായിരുന്ന കുറേ സാധനങ്ങൾ, യാഗത്തിനുള്ള സാധനങ്ങൾ. ഇതിനെല്ലാം ശുദ്ധീകരിക്കാൻ വേണ്ടി രക്തം ആവശ്യമായിരുന്നു. ഓക്കെ, ഇത് നിഴലാണ്. സ്വർഗീയമായവയ്ക്കോ ഇനി വരുന്നത് വേറെയാണ്. സ്വർഗത്തിൽ ഉണ്ടായിരുന്നതിന്റെ നിഴലാണ് ഭൂമിയിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ. അതിനെല്ലാം ശുദ്ധീകരിക്കാൻ വേണ്ടി എന്താവശ്യമായിരുന്നു? രക്തം ആവശ്യമായിരുന്നു. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ഇതിനേക്കാൾ കുറച്ചുകൂടി കൊള്ളാന്നുള്ള യാഗം ആവശ്യം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ പെട്ടി, ഈ ബോക്സ്, ഈ സാധനങ്ങളൊക്കെ വർക്ക് ആവണമെങ്കിൽ കുറച്ച് കറണ്ട് വേണം. പക്ഷേ കൂടിയ സാധനത്തിന് ഇത്രയും കറണ്ട് പോരാ. ഒരുവിധം അർത്ഥം പിടികിട്ടുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. അതുപോലെ ഭൗതിക
ഭൗതികമായ നിഴലായിരുന്നവകളുടെ ശുദ്ധീകരണത്തിന് രക്തം ആവശ്യമായിരുന്നു എങ്കിൽ സ്വർഗീയമായതിന് കുറച്ചുകൂടി ക്വാളിഫൈ ആയിട്ടുള്ള യാഗം ആവശ്യം. വൈകി ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബം. കേട്ടോളൂ. ഇവിടെ നമ്മളെ ആട്ടുകൊറ്റന്മാരെയും കാളക്കൊറ്റന്മാരെയൊക്കെ കണ്ടിരുന്നത് വാസ്തവമായതിന്റെ പ്രതിബിംബമാണ്. ക്രിസ്തു ഇവിടെ വാസ്തവമായതിന്റെ പ്രതിബിംബമായ കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല. വളരെ ശ്രദ്ധിക്കണം, മന്ദിരത്തിലേക്കല്ല. അപ്പൊ ക്രിസ്തുവോ വാസ്തവമായതിന്റെ പ്രതിബിംബത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. നിങ്ങൾക്ക് ക്രിസ്തു ഇവിടെ പ്രതിബിംബമായതിന്റെ ആളായിട്ടല്ല വന്നത്, ഒറിജിനലിന്റെ ആളായിട്ടാണ് വന്നത്. എന്ന് പറഞ്ഞാൽ എന്തായിരുന്നോ നിഴലായിട്ടിരുന്നത് അത് കഴിഞ്ഞിരിക്കുന്നു, പൊരുളായത് സംഭവിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? നമുക്കൊരു ഒരു പിന്നെ എക്സാം ഒക്കെ എഴുതി ജയിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. അത് കഴിഞ്ഞിട്ടാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തരുന്നത്. മനസ്സിലാണ്ടോ? മറ്റേത് നമുക്ക് തരുന്ന ഒരു ജയിച്ചതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എന്ന നിലയിൽ തരുന്നതാണ്. അത് നമുക്ക് എല്ലായിടത്തും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയും, എല്ലായിടത്തും കൊടുക്കാൻ പറ്റത്തില്ല. അതിനുശേഷം നമുക്ക് കിട്ടുന്നതാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. അതുപോലെ ഇവിടെ നമുക്ക് പ്രതിബിംബമായിട്ട് നടന്നിരുന്ന യാഗങ്ങളും പരിപാടികളും കൊണ്ട് ക്രിസ്തു വന്ന് ചെയ്തത് ഒറിജിനൽ കാര്യമാണ്, പ്രതിബിംബമല്ല. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാണ്ടോ? അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ പ്രതിബിംബമായി കാണിച്ചിരുന്നവകളെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ട് തൽക്കാല ശാന്തിയെ വരൂ എങ്കിൽ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുന്നതോടുകൂടി തൽക്കാല ശാന്തിയല്ല, നിത്യശാന്തിയിലേക്ക് നമ്മൾ എത്തുകയാണ്. അർത്ഥം പിടികിട്ടിയല്ലോ നിങ്ങൾക്ക്? ക്രിസ്തു ഏക മധ്യസ്ഥൻ. ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ഇൻഹെറിറ്റൻസ് എന്തൊക്കെയാണെന്ന്, അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ക്രിസ്തു ചെയ്തത് സാക്ഷാൽ ചെയ്യുകയായിരുന്നു, അല്ലാതെ പ്രതിബിംബമല്ല. ഇനി ഞാൻ ഫിനിഷ് ചെയ്യുകയാണ്. 10-ാം അധ്യായം 9 മുതൽ 1-2 വാക്യം കൊടുത്ത് വായിക്കാം. 10-ാം അധ്യായം 9 മുതൽ. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിക്കുവാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു. കിട്ടിയല്ലോ? നേരത്തെ ഉണ്ടായിരുന്നവകളെ നീക്കാൻ വേണ്ടി ക്രിസ്തു രണ്ടാമത്തതിനെയും എക്കാലത്തും നിലനിൽക്കേണ്ടതിനെയും സ്ഥാപിക്കുകയാണ്. മനസ്സിലായോ? എക്കാലത്തും നിലനിൽക്കുന്നതിനെ സ്ഥാപിക്കുകയാണ്. വൈകി ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ, യേശുക്രിസ്തു വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം, ഒരിക്കലായി കഴിച്ച. അതുകൊണ്ട് സ്ഥിരമായിട്ട് ഇതിന്റെ ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം മതി അത്. കാരണം അത് പൊരുളാണ്, നിഴലല്ല. അതുകൊണ്ട് അത് ഒറ്റ പ്രാവശ്യം മതി. മനസ്സിലായോ? നിഴൽ ഇങ്ങനെ പല പ്രാവശ്യം കാണിച്ചുകൊണ്ടേ ഇരിക്കണം, പൊരുൾ ഒറ്റ പ്രാവശ്യം മതി. റൈറ്റ്? അതാ ഇവിടെ പറഞ്ഞത്. യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ? വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഈസ് ഓവർ. ഒരിക്കലായി എല്ലാവർക്കും വേണ്ടി സദാകാലത്തേക്കും പ്രോഗ്രാം ഫിനിഷ്ഡ്. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കുവാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. കണ്ടോ? ഒരു പഴയ നിയമത്തെ കുറിച്ച് പറയാ, ഓരോ പുരോഹിതനും ഡെയിലി യാഗം കഴിച്ചുകൊണ്ടിരിക്കണം. പഴയ കാര്യം പറയുന്നത്. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ. കണ്ടോ? യേശു ഒരിക്കലായി യാഗം കഴിച്ച് എന്നേക്കും അവിടെ ഇരിക്കുക. അതുകൊണ്ട് നമ്മള് ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് പാവപ്പെട്ട സാധാരണ ക്രിസ്ത്യാനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അവർ എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യും. യേശുവിന്റെ ജനനവും റിപ്പീറ്റ് ചെയ്യും. ഉണ്ണിയേശുവിന്റെ തോളിലെടുത്തോണ്ട് നടക്കുന്നതാണ്, അല്ലേ? പോപ്പൊക്കെ ഉണ്ണിയേശുവിന്റെ പ്രതിമ കൊണ്ടുവച്ച് ഉമ്മം വയ്ക്കുന്നതാണ്. എനിക്കിത് കാണുമ്പോൾ ശരിയാണ്, അല്ലേ? മനോരമയിൽ എല്ലാ വർഷവും ഡിസംബർ 26-ാം തീയതി പത്രത്തില് പോപ്പ് ഇതിനെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. പാവയെ ഉമ്മ വയ്ക്കുകയാണ്. എൻ്റെ കൊച്ചുങ്ങൾക്ക് പാവകളുണ്ട്, ഞാൻ അതിനെടുത്ത് ഉമ്മ വെച്ചുള്ള ഗതിയല്ലേ ചോദിക്കുക. നിങ്ങൾ കണ്ടോണ്ട് വന്നാൽ ഉറപ്പായിട്ട് എനിക്ക് വട്ടാണെന്ന് തോന്നുകയല്ല, വട്ടാണെന്ന് മനസ്സിലാക്കും, ഇല്ലേ? പിള്ളേർ പാവ എടുത്ത് അതിൻ്റെ പാവ എടുത്ത് വെച്ച് ബാബാവോന്ന് കളിച്ചോണ്ട് നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഞാൻ അതിൻ്റെ പാവ എടുത്ത് വെച്ച് ടെഡി ബെയറിന് എടുത്ത് വെച്ച് ബാബാവോന്ന് കളിച്ചോണ്ടിരുന്നാൽ നിങ്ങൾ വന്ന വരവിന് പോകാനാണ് സാധ്യത. ഞാൻ പറഞ്ഞത് ഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ. പക്ഷെ പോപ്പ് കളിപ്പാട്ടം വെച്ച് കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമമില്ല. സോദരം, അത് കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ അതിൻ്റെ പിറകെ നിൽക്കുക. ഒരെണ്ണത്തിൻ്റെ കണ്ണിനകത്ത് വെളിച്ചമല്ലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ, അല്ലേ? പണ്ടാണ് അവർ ചെയ്തെങ്കിൽ നമുക്ക് സമ്മതിക്കാം. വരുവാനിരുന്നതിൻ്റെ നിഴലാണ്. ഇവിടെ പൊരുളും കഴിഞ്ഞതിന് ശേഷം നിഴലും വെച്ചോണ്ടിരിക്കുകയാണ്. വല്ല വിഷയമുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? എല്ലാവരും ഒരുമാതിരി കഷായം കുടിച്ച പോലെ ഇരിക്കുകയാണ്. അപ്പോൾ അന്നേരമായോ
ഉറങ്ങിയിരിക്കുന്നവരൊക്കെ ഒന്ന് ഉഷാറായിട്ടിരിക്കൂ, ബൈബിളിൻ്റെ സിബൊക്കെ ഇട്ടോളൂ, അല്ലേ, ചെരുപ്പൊക്കെ ഇട്ട് അരയൊക്കെ മുറുക്കിക്കോളൂ, ഓടിക്കളയരുത്. ഇപ്പം നിർത്താം, 5 മിനിറ്റിൽ നിർത്താം. സ്തോത്രം. വരുവാനിരുന്നതിൻ്റെ നിഴലാണെങ്കിൽ റിപ്പീറ്റിംഗ് ആവശ്യമാണ്. ഇപ്പൊ പൊരുള് കഴിഞ്ഞു, ഇനി ഇതിന്റെ ആവശ്യമില്ല. അതാണ് ഈസ്റ്റർ, നമുക്ക് ഇനി ആവശ്യമില്ല. ഈ പറയുന്ന ഒരു സാധനം ആവശ്യമില്ല. കാരണം ഇനി പെസക വാഴ കുരുത്തോലയൊക്കെ കൊണ്ട് ആൾക്കാർ നടക്കുക. ഇത് പണ്ട് നടന്നതിന്റെ നിഴലാണ്, യേശു വരുന്നതിന്റെ നിഴലാണ് പണ്ട് കൊണ്ടുനടന്നത്. യേശു വന്നും കഴിഞ്ഞ് ഇപ്പൊ എന്തിനാ ഇത് കൊണ്ടു നടക്കുന്നത്? സ്വതന്ത്രം. അതെ, പണ്ട് കഴുതയ്ക്ക് നടക്കാൻ വേണ്ടി ആൾക്കാർ ഓല വെട്ടി ഇട്ട് കൊടുത്തു. ഇന്നിപ്പോൾ കഴുതലെല്ലാം കൂടെ ഓലക്കാലം കൊണ്ട് നടക്കുകയാണ്, അല്ലേ? ഇത് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് അവർ. എനിക്കറിയില്ല എന്തോരം കഷ്ടമാണിത്, അല്ലേ? ഇനി ഈ ആഴ്ചയിൽ കരച്ചില്ലേ പിടിച്ചില്ലേ എന്ന് ആരോ പറഞ്ഞിട്ട് ഇന്ന് നാളെ പെസക വേഴ, നാളെ വെള്ള ഇടണം, പിന്നെ വെള്ളിയാഴ്ച കറുപ്പിടണം, പിന്നെ ഞായറാഴ്ച ചുമപ്പിടണം. എനിക്കറിഞ്ഞൂടെ ദൈവമേ, നമുക്ക് എല്ലാ ദിവസവും ഈ കറുപ്പും വെള്ളയൊക്കെ തന്നെ. നമ്മുടെ യേശു ഒരിക്കലായി മരിച്ചു, നമ്മുടെ യേശു ഒരിക്കലായി ഉയർത്തെഴുന്നേറ്റു, നമ്മുടെ യേശു നമ്മളെ ചേർക്കാൻ വേണ്ടി വരാൻ വേണ്ടി പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ റിപ്പീറ്റിംഗ് ഇല്ല. നമുക്ക് ആകെയുള്ള റിപ്പീറ്റിംഗ് രാവിലെ കഴിച്ച് പല്ല് തേക്കണം, അത് റിപ്പീറ്റിംഗ് ആണ്. ഒരിക്കലായി തേച്ചാൽ പോരാ, ഡെയിലി തേക്കണം, അല്ലേ? അതിന് പിള്ളേർക്ക് അവധിയൊക്കെ ആയതുകൊണ്ട് ഡെയിലി തേക്കണമെന്നില്ല. സ്തോത്രം. പോകാൻ തുടങ്ങുമ്പോൾ തേച്ചാൽ മതി. സ്തോത്രം. ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? നാട്ടുകാർക്ക് ഇതറിയില്ല. ക്രിസ്തു ഒരിക്കലായി നിർവഹിച്ചു. വായിക്കുക. ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട്. കണ്ട, യേശപ്പൻ ഒരിക്കലായി യാഗം കഴിച്ചു ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നും കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം, യേശുവിന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. അപ്പൊ ഇനി എന്താ നടക്കേണ്ടേ? യേശപ്പൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിൽ ചെന്ന് കാത്തിരിക്കുക. ശത്രുക്കൾ കാൽ കീഴാവണം. ശത്രുക്കൾ നമ്മളല്ല കേട്ടോ, നമ്മൾ മൊത്തം യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവമക്കളായിട്ട് നമുക്ക് കൂടി പിശാച് കാൽ കീഴാവണം. അതിനാ യേശു വെയിറ്റ് ചെയ്യുന്നത്. മനസ്സിലാണ്ടോ? നമുക്ക് കൂടി പിശാച് കാൽ കീഴണം. ക്രിസ്തുവിന്റെ അവസാനത്തെ ശത്രുവായ മരണത്തെ ജയിച്ച് ക്രിസ്തു അവിടെ ചെന്നു. ഇനി ക്രിസ്തുവിന് മേളിൽ ഇവിടെ ആരുമില്ല. നമ്മൾ മനസ്സിലാണ്ടോ? അപ്പോ ക്രിസ്തു എന്തിനാ വെയിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളും കൂടി ശത്രുവിനെ ജയിച്ച്, എന്തിനധികം ഒടുക്കത്തെ ശത്രുവായ മരണത്തെ അടക്കം ജയിച്ച് ചെല്ലാൻ വേണ്ടി നമുക്ക് വേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിടിയിട്ട് നിങ്ങൾക്ക് കാര്യം. ഇനി വൈകി. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക്. ഇനി വളരെ ശ്രദ്ധിക്കണേ. ഏകയാഗത്താൽ, നാട്ടുകാർക്ക് എല്ലാവർക്കും അല്ല, വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക്. വളരെ പ്രധാനമാണ്. വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും 5 കൊല്ലത്തേക്കല്ല, 3 കൊല്ലത്തേക്കല്ല, for always, സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇനി അതിന് വേണ്ടി വേറെ കച്ചവടമൊന്നുമില്ല, വേറെ മുട്ടയടിക്കാൻ പോകണ്ട, അല്ലേ? ശുദ്ധീകരണത്തിന് വേണ്ടി വേറെ പരിപാടിയൊന്നും ചെയ്യണ്ട, അല്ലേ? അതിന് വേണ്ടി എണ്ണ തേക്കാൻ പോകണ്ട, അതിന് വേണ്ടി ഒരു കലാപരിപാടിയില്ല. ഫുൾ പരിപാടി തീർത്ത് കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ ശുദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് വേറെ ഏഴയും പുഴുവും കൃമിയായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നൊന്നും പറയണ്ട. ദാറ്റ് പ്രോഗ്രാം ഈസ് ഓവർ. സ്വത്രം സമയമില്ലാത്തതുകൊണ്ട് 19 തൊട്ട് വായിക്ക്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവൻ. യേശു തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി ദൈവാലയത്തിൽ ഉണ്ടായിരുന്ന തിരശീല രണ്ടായി ചീന്തിക്കൊണ്ട്, യേശു തന്റെ ദേഹമെന്ന തിരശീല ചീന്തിക്കൊണ്ട്, നാട്ടുകാർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം ഉണ്ടായിരുന്ന തിരശീല രണ്ടായി ചീന്തിക്കൊണ്ട് നമുക്ക് പ്രവേശിക്കേണ്ടതിന് ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ്. മനോഹരമായ വാക്യങ്ങളാണ്. സമയക്കുറവായതുകൊണ്ട് ഞാൻ ആ ഭാഗം തൊടുന്നില്ല. മാന്യ ദൈവമക്കളെ, യേശു തന്റെ ദേഹമാകുന്ന തിരശീല രണ്ടായി ചീന്തിക്കൊണ്ട് പുറംപറമ്പിൽ കിടന്ന ഏതു മനുഷ്യനും ആ തിരശീലയ്ക്കകത്തുകൂടി അകത്തേക്ക് പ്രവേശിക്കുവാൻ ധൈര്യവും സ്വാതന്ത്ര്യവും ഒരുക്കിയിരിക്കുന്നു. ഈ നാട്ടിലുള്ള ഏതു മനുഷ്യനും ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാൻ യേശു ക്രിസ്തു ഏക മധ്യസ്ഥനായി നിലനിൽക്കുന്നു. ക്രിസ്തുവിലൂടെ സകല അവകാശങ്ങളും നമുക്ക് തിരിച്ചു ലഭ്യമാകുന്നു. ക്രിസ്തുവിലൂടെ നമുക്ക് നിത്യജീവൻ ലഭ്യമാകുന്നു. ഒറ്റ വാക്യം കൂടി വായിച്ച് അവസാനിപ്പിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23 മുതൽ 2-3 വാക്യങ്ങൾ. റോമൻസ് 3:23 മുതൽ 2-3 വാക്യങ്ങൾ.
ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു. എല്ലാവരും. ഈ ദേശത്തിന്റെ പേരൊന്നും എനിക്കറിയാല. ചെന്നിയോടോ? ചെന്നിയോട്. വെരി ഗുഡ്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നമ്മളെല്ലാം അങ്ങനെ ആയി പോയതാ, തേജസ് ഇല്ലാത്തവരായി പോയതാ. നമുക്ക് കർത്താവ് തേജസിന്റെ അവകാശം തരിക അല്ലേ? തേജസിന്റെ അവകാശം തരിക. എത്ര വലുതാണെന്ന് നോക്കിയേ. സ്തോത്രം. വായിക്കേ. അവന്റെ കൃപയാൽ, യേശുവിന്റെ കൃപയാൽ, ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. നയാ പൈസ ഇതിന് ചെലവില്ല. നിങ്ങളിന്ന് നേരത്തെ നമ്മൾ കുറച്ച് പൈസ വാങ്ങിച്ചത് എന്തിനാണ്? ഇവിടെ ടെൻ്റ് ഇടാനും കസേരയ്ക്കും എനിക്ക് പെട്രോൾ അടിക്കാനുമാണ്. മനസ്സിലായോ? അല്ല, ഞാൻ മിണ്ടാതിരിക്കുകയാണ്. എന്നാൽ കൊടുക്കൂലായിരുന്നെന്ന് അല്ലേ? നിത്യജീവൻ പ്രാപിക്കാനൊന്നും അല്ല നിങ്ങളേത് പൈസ മേടിച്ചത്, ഇവിടുത്തെ ചുറ്റുവട്ട ചെലവിന് വേണ്ടിയിട്ടാണ് മേടിച്ചത്. സ്വതന്ത്രം അവിടെ പറഞ്ഞ കേട്ടാ. ഒന്നുകൂടെ വായിക്കുക സിസ്റ്ററെ. സൗജന്യമായിട്ടത്രേ അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ഫ്രീ ആയിട്ടാണ് നീതിയാണ്. പണ്ട് ചെയ്ത തെറ്റിനെ ഫ്രീ ആയിട്ട് എഴുതി തള്ളുന്നു എന്ന്. ഏത് തെറ്റ് നമ്മൾ ചെയ്തു? ഒന്നാമത്തെ ആദമില്ലേ, ആദ്യ നിയമം ലംഘിച്ചില്ലേ, ആ കേസ് നമ്മളിൽ കൂടെ വന്ന് കിടക്കുക. ആ കേസ് യേശുവിൽ വിശ്വസിച്ചെന്ന ഒറ്റ കാരണത്താൽ നമ്മൾ എന്ന് സൗജന്യമായിട്ട് എഴുതി തള്ളി. ഒരു പൈസയും കൊടുക്കണ്ടേ? ഒരു പൈസയും കൊടുക്കണ്ട. ഈ നാട്ടിൽ സകല മനുഷ്യത വചനം പറഞ്ഞ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു, ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. പക്ഷെ നയാ പൈസ കൊടുക്കണ്ട. ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ നീതീകരണം. എത്ര മഹത്വം ആലോചിക്കേ, എത്ര മഹത്വം ആലോചിക്കേ. ഈ ഭാഗ്യം കിട്ടിയവരാ ഞാനും നിങ്ങളും. ഇനി താഴോട്ട് വായിക്കേ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം. ഈ വാക്ക് മാത്രം ഈ രാത്രി കേട്ടോണം, ബാക്കി ഒന്നും കേട്ടില്ലേലും വിശ്വസിക്കുന്നവർക്ക്. ദൈവത്തിന്റെ ഏകജാതൻ ഭൂമിയിലേക്ക് വന്നുവെന്നും കർത്താവായ യേശുക്രിസ്തു ദൈവമാണ് എന്നും സ്വർഗത്തിൽ നിന്ന് എന്റെയും നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നും നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മനുഷ്യനായി തീർന്നു എന്നും നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവറിയിൽ മരിച്ചു. നമ്മുടെ ശിക്ഷ മുഴുവൻ, നാം അനുഭവിക്കേണ്ട ശിക്ഷ, മരണം അടക്കമുള്ളത് യേശു ഏറ്റിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി എന്നും തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കാൻ ക്രിസ്തു വേഗം വരും എന്നും വിശ്വസിക്കുകയാണ് എനിക്ക് നിങ്ങൾക്കും ആവശ്യം. അത് വിശ്വസിപ്പിക്കാതിരിക്കാനാണ് മുസ്ലിങ്ങൾ നാട് നിങ്ങളെ പറഞ്ഞു പരത്തുന്നത് യേശു ദൈവമല്ല, ദൈവപുത്രനുമല്ല, ഒരു പ്രവാചകനാണ്. അതിൽ അവർ വിജയിച്ചു. ക്രിസ്ത്യാനി ഇവിടെ ഒതുങ്ങി. കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ചെയ്യേണ്ട കാര്യം അവൻ ചെയ്യുന്നില്ല. അവൻ യേശു ദൈവമാണെന്ന് പറയാനുള്ള ചങ്കുറപ്പില്ലാതെ പോയി. സ്വതന്ത്രം. യേശു ദൈവമാണെന്നുള്ള തിരിച്ചറിവ് അവൻ നഷ്ടപ്പെടുത്തി. യേശുവിനെ അംഗീകരിക്കുന്നവൻ നഷ്ടപ്പെടുത്തി. അവൻ സാധാരണ ക്രിസ്ത്യാനിത്വം, നാമം മാത്ര ക്രിസ്ത്യാനിത്വവും അത്യാവശ്യ സംവരണവും വെച്ച് ഒതുങ്ങിപ്പോകത്തക്ക നിലയിൽ നമ്മൾ നശിച്ചുപോയി. ദുരുപദേശം പ്രചരിപ്പിക്കുന്നതിൽ പിശാചിന്റെ സഹായത്തോടുകൂടി, മറ്റിതര ഗവൺമെന്റുകളുടെ സമ്പത്തിന്റെ സഹായത്തോടുകൂടി അവർ വിജയിച്ചിരിക്കുന്നു. ഏറെക്കുറെ 7 വൻകരകളും അവർ കൈക്കലാക്കിയിരിക്കുന്നു. ദൈവമില്ലെന്ന ജാതിയും അതുപോലെ ശക്തിപ്പെട്ടിരിക്കുന്നു. പക്ഷേ സാക്ഷാൽ സത്യദൈവത്തെ രുചിച്ചറിഞ്ഞ ഞാനും നിങ്ങളും മൂലയിൽ കിടന്നുറങ്ങുകയാണ്. ഇനി നമ്മൾ ഉറങ്ങരുത്, ഇനിയെങ്കിലും ഉണരണം. നമ്മുടെ അവകാശത്തോട് നമ്മൾ അടുത്തിരിക്കുന്നു, നമ്മുടെ നിത്യതയോട് നമ്മൾ അടുത്തിരിക്കുന്നു. ഇനി അധിക നാൾ നമുക്ക് ഈ ഭൂമിയിലില്ല. എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക്, പള്ളി പോകുന്നവർക്കെന്നല്ല, വിശ്വസിക്കുന്നവർക്ക്. അതുകൊണ്ട് വിശ്വസിക്കാതെ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഏത് ജാതിയാണ്, ഏത് മതമാണ്, ഏത് കളറാണ്, എത്ര വയസ്സുണ്ട്, ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല. നിങ്ങൾ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവമക്കളാകാം. ദൈവമക്കൾക്ക് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്ന അവകാശങ്ങൾക്ക് നിങ്ങൾക്ക് മോഹരിക്കാരാകാം. വാക്ക് താഴോട്ട് വരുന്ന 2 വാക്യം കൂടെ കേട്ടോളൂ, വായിക്കേ. വിശ്വസിക്കുന്നവർക്ക് യേശു തന്റെ രക്തം മൂലം, യേശു തന്റെ രക്തം മൂലം, സഭ മൂലമല്ല, സംഘടന മൂലമല്ല, ഉപദേശി മൂലമല്ല, യേശു തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പരസ്യം. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രസംഗിക്കുന്നത്. എല്ലാവർക്കും യേശുവിനെ സ്വീകരിക്കാം അല്ലേ? യേശുവിനെ സ്വീകരിച്ചാൽ പോരാ, യേശുവിനെ ഹൃദയം കൊണ്ട് രക്ഷകനായി വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം. എന്നിട്ട് തിരുവെഴുത്ത് പറയുന്ന ഉപദേശപ്രകാരം ജീവിക്കണം. എവിടെയും നിന്നാ പറ്റുകയില്ല.
സ്നാനപ്പെട്ടിട്ട് എവിടെയെങ്കിലും മുങ്ങി നിന്നാ പറ്റുകയില്ല. തിരുവെടുത്ത് പറയുന്ന ഉപദേശപ്രകാരം ജീവിച്ചാലേ സ്വർഗരാജ്യത്തിൽ പോകൂ. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. യേശു ജയിച്ചതുപോലെ ജയിക്കണം. സ്തോത്രം. വായിക്കുക. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ, പഴയ പാപങ്ങളെ ആദമടക്കം ചെയ്ത് നമ്മളിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ, ദൈവത്തിന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തത്. ദൈവം തന്റെ നീതിയെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആദം വഞ്ചിക്കപ്പെട്ട് തെറ്റ് ചെയ്ത് വീണുപോയി. ആ മനുഷ്യന്റെ, ആ കുലത്തിൽപ്പെട്ട മനുഷ്യർക്ക് ആർക്കെങ്കിലും രക്ഷപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി, വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷപ്പെടാൻ പാകത്തിന് ദൈവം തൻ്റെ ഏകജാതനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ ദേശത്തിൽ ആര് യേശുവിനെ സ്വീകരിക്കുന്നുവോ നിങ്ങൾക്ക് ദൈവമക്കളാകുവാൻ അധികാരമുണ്ട്. നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിച്ച്, നിങ്ങളുടെ പാപം എത്ര ചുവപ്പായിരുന്നാലും അതിനെ കർത്താവ് പഞ്ഞി പോലെ വെളുപ്പിച്ച് നിങ്ങളെ ദൈവമക്കളാക്കി നേരത്തെ ഞാൻ പറഞ്ഞ 7 അവകാശങ്ങൾക്കും നിങ്ങളെ യോഗ്യരാക്കി മാറ്റും. നമ്മുടെ ജഡത്തിൽപ്പെട്ടിട്ടുള്ള, നമ്മുടെ ശരീരത്തിൽപ്പെട്ടിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽപ്പെട്ടിട്ടുള്ള പാപത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് നമ്മൾ നിത്യതയ്ക്കൊരുങ്ങണം. രക്ഷിക്കപ്പെട്ടെന്നോ സ്നാനപ്പെട്ടെന്നോ പറഞ്ഞ് സ്വർഗത്തിൽ പോകുമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കരുത്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകർ, ബിരുദ പ്രാപിക്കുന്നവൻ ഒരുവനാണ്. വാക്യം ഇങ്ങനെയാണ്: ഒരുവനെ ജയിക്കുന്നുള്ളൂ എങ്കിൽ അത് ഞാനാകണം. സ്വത്രം ഒരുത്തനെ ജയിക്കൂ എങ്കിൽ അത് ഞാനാകണമെന്ന നിർബന്ധത്തോടുകൂടി ഓടുന്നവൻ മാത്രമേ അക്കരയെത്തൂ എങ്കിൽ ഇന്ന് രാത്രികാലം നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. കർത്താവേ, ഞാൻ ഇങ്ങനെ നിസ്സംഗതയോടെ ഇരുന്നാൽ പറ്റില്ല, ഞാൻ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്നാൽ പറ്റില്ല, എനിക്ക് ജയിച്ചവിടെ ചെന്നേ മതിയാവുകയുള്ളൂ. ഹല്ലേലൂയ. ഏക മധ്യസ്ഥൻ, നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവൻ മഹിമയുടെ വലതുഭാഗത്ത് ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി. ആ മധ്യസ്ഥതയ്ക്ക് നമുക്കൊന്ന് മുഖവില കൊടുക്കാമോ? എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മളെ ഏതു വിധേനയും അവിടെ കൊണ്ടെത്തിക്കാൻ, നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ നമുക്ക് രക്തം തരിക മാത്രമല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. മറ്റൊരു പാസ്റ്റർക്കും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനാവില്ല. ഭൂമിയിൽ മറ്റൊരു വ്യക്തിക്കും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനാവില്ല. നമ്മുടെ കുറവുകൾ കാണുമ്പോൾ പക്ഷപാതം ചെയ്യുന്നവർ മതിയാക്കും. പക്ഷെ നമ്മുടെ കുറവുകൾ കാണുമ്പോൾ നമ്മുടെ യേശു പക്ഷപാതം കൂട്ടുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങൾ നമ്മളൊന്ന് സമർപ്പിക്കാമോ? എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മൂടാം. ഈ ഉത്സവത്തിന്റെ ഒടുക്കത്തെ രാത്രിയിൽ നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എന്നെ ശക്തീകരിക്കണമെന്ന് പറയാം.